ഓക്കെ, അപ്പോൾ ഗുഡ് ഈവനിങ്. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ ഒരു സെഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് CSIR നെറ്റ് ലൈഫ് സയൻസ് എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു എക്സാമിന്റെ സ്ട്രാറ്റജി, അതുപോലെ തന്നെ എക്സാമുമായി ബന്ധപ്പെട്ട് വരുന്ന ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ആണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ I+ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു വെബിനാർ സെഷനിലേക്ക് എത്തിയിട്ടുള്ളത്. I+ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഞാൻ എന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. മുഹമ്മദ് അലി എന്നാണ് എൻ്റെ പേര്. കൂടെ തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ഡോക്ടർ രാജലക്ഷ്മി മിസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മാളവിക മിസ്സും ഉണ്ട്. അങ്ങനെ നമ്മൾ 3 പേരാണ് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് ഇവിടെ ഫാക്കൽറ്റീസ് ആയിട്ട് എത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കോഴ്സ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലാണ് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യണ്ടേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ഇപ്പോ ഓക്കെ, അപ്പൊ നമ്മൾ CSIR എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു ലൈഫ് സയൻസ് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനെ നോക്കിക്കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. CSIR എന്നുള്ളത് എന്താണ്? ഒരു മേജർ ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അപ്പൊ നമുക്ക് ലൈഫ് സയൻസ് സ്ട്രീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു CSIR നെറ്റ് എന്നുള്ളത് മാത്രമല്ല അവിടെ ഇരിക്കുന്നത്. ഗേറ്റ് പോലത്തെ വലിയൊരു എക്സാം അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ICMRന്റെ എക്സാമുകളുണ്ട്. ഇപ്പോൾ DBT എക്സാം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ CSIR-ഉമായിട്ട് മെർജ് ചെയ്തിട്ടുള്ള ഒരു എക്സാമാണ് അടുത്തത് വരാനായിട്ട് പോകുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ DBT ഒരു സെപ്പറേറ്റ് എക്സാം ആയിരുന്നു. അപ്പൊ ഇത്തവണ നമ്മൾ CSIR-നകത്ത് ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ എക്സാമിന്റെ പാറ്റേണിലും ഡിഫറൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് DBTയുടെ ഒരു ഏതാണ്ട് ഒരു മിനിയേച്ചർ ആ ഒരു ഫോമിലേക്ക് വരാനുള്ള ചെറിയൊരു സാധ്യത എന്ന് വെച്ചാൽ അതൊരു പഴയ CSIR എക്സാമിന്റെ പാറ്റേണിന് വലിയ രീതിയിൽ മാറ്റുന്ന തരത്തിലുള്ള വ്യത്യാസങ്ങളല്ല അവിടെ ഉണ്ടാവുക. എക്സാമില് മാറ്റങ്ങളാണ് പറയുന്നത്, അല്ലാതെ നമ്മളെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കണ്ടന്റിലെ ഡിഫറൻസ് അല്ല നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. കണ്ടന്റ് അല്ല മാറുന്നത്, എക്സാമിന്റെ പാറ്റേൺ മാറുന്നത്. അപ്പൊ ഈ ഒരു കാര്യം അവിടെ ഓർക്കുക. DBT പുതുതായിട്ട് നമ്മുടെ ഈ ഒരു CSIR എക്സാമിലേക്ക് വരുമ്പോൾ പിന്നീട് നമുക്ക് CSIR കൂടാതെയുള്ള വേറൊരു മേജർ എക്സാമാണ് ബാർക്കിന്റെ എക്സാം. അപ്പൊ ബാർക്കിന്റെ എക്സാം ഒരുപാട് പേര് എഴുതാറുണ്ട്, ക്വാളിഫൈ ചെയ്യാറുള്ളതാണ്. അതൊരു കോമ്പറ്റേറ്റീവ് എക്സാമും കൂടിയാണ്. ഇപ്പൊ ചില ആളുകൾ ബാർക്കിന്റെ എക്സാം ഒന്നും ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയൊന്നുമില്ല. PG കഴിഞ്ഞിട്ടുള്ളവരോ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം PG ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഒന്നും കേൾക്കാൻ വഴിയില്ലാത്തൊരു എക്സാമാണ് ബാർക്ക്. അപ്പോ അങ്ങനെ നമുക്ക് ബാർക്കിന്റെ എക്സാം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഉള്ളതാണ് ICMR നമ്മൾ പറഞ്ഞു, ഗേറ്റ് പറഞ്ഞു, അതുപോലെ തന്നെ ബാർക്ക് പറഞ്ഞു. ഐക്കാറുകളുടെ എക്സാമുകളും ഉണ്ട്. ഐക്കാർ JRF ഉണ്ട്, ഐക്കാർ നെറ്റും ഉണ്ട്. ഇത്രയും മേജർ എക്സാമുകൾ നമുക്ക് വേണ്ടിയിട്ടുണ്ട്. CSIR മാത്രമല്ല, അതിനുവേണ്ടി മാത്രമല്ല CSIR ക്വാളിഫൈ ചെയ്യുക എന്നുള്ള ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മളുടെ ഈ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് CSIR ക്വാളിഫൈ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു? ഇത്രയും കോമ്പറ്റേറ്റീവ് എക്സാമും കൂടെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. I+ന്റെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏതാണ്ട് എല്ലാവർക്കും ഈ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾക്കുള്ള ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് CSIR മാത്രമല്ല I+ന്റെ കൂടെ നിൽക്കുമ്പോൾ കിട്ടുക. നിങ്ങൾ PG കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെല്ലാം കോമ്പറ്റേറ്റീവ് എക്സാംസ് നിങ്ങളുടെ മുന്നിലുണ്ടോ അത്രയും കോമ്പറ്റേറ്റീവ് എക്സാമും കൂടെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ഞങ്ങൾ എല്ലാവരും തന്നെ ഈ പറയുന്ന ഒരുവിധം എല്ലാ എക്സാമുകളും ക്വാളിഫൈ ചെയ്തിട്ടുള്ളതാണ്. CSIR എക്സാമും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, അതല്ലാത്ത മറ്റ് പല എക്സാമുകളും നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വാളിഫൈ ചെയ്തതിന്റെ നമ്മളൊരു എക്സ്പീരിയൻസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. എങ്ങനെ വേണം പഠിക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാ എക്സാമുകൾക്കും നിങ്ങളുടെ PGയുടെ സിലബസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ PGയിൽ പഠിക്കാത്ത ഏതെങ്കിലും ഒരു പുതിയ കാര്യമൊന്നും ഇവിടെ പഠിക്കാനൊന്നുമില്ല നമുക്ക്. നിങ്ങൾ PGയിൽ എന്ത് പഠിച്ചോ അത് തന്നെ ഉള്ളൂ. അപ്പൊ പക്ഷെ അത് എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇപ്പോ നിങ്ങൾ PGക്ക് എനിക്ക് അറിയാം കേരളത്തിലെ പൊതുവെ ഒരു കോളേജുകളുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ ഈ മഞ്ജുഷ പബ്ലിക്കേഷൻസിന്റെ ബുക്സുകളുണ്ട്. ഇതാണ് മെയിൻലി ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നത്. ഞാൻ മഞ്ജുഷ പബ്ലിക്കേഷൻ എന്ന് ഞാൻ മോശമായിട്ട് പറയല്ല, പക്ഷെ മഞ്ജുഷ പബ്ലിക്കേഷൻ വെച്ചാൽ നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി ലെവൽ എക്സാമിന് അത് ഹെൽപ്പ് ചെയ്യും.
നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് പോകുമ്പോൾ അവിടെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മേ ബി ഒരു യൂണിവേഴ്സിറ്റി റാങ്ക് വരെ നിങ്ങൾക്ക് അതിലൂടെ കിട്ടാറുണ്ട്. പലപ്പോഴും മഞ്ജുഷ ഒബ്ലിഗേഷൻ മാത്രം പഠിച്ചിട്ട് യൂണിവേഴ്സിറ്റി റാങ്ക് മേടിച്ച എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കാർ ഫോക്കസ് ചെയ്യുന്ന ഒരു മെയിൻ ഓതറുടെ ബുക്കാണ്. ഞാൻ ഓതറിനെ ഒരു കുറ്റം പറയുക അങ്ങനെയൊന്നുമല്ല, അങ്ങനെ കരുതരുത് നിങ്ങൾ ഒരിക്കലും. അപ്പോൾ പക്ഷെ അത് നിങ്ങൾ ബോർഡ് എക്സാമിന് നിങ്ങൾ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആ ബുക്കുകളൊക്കെ തന്നെ. ഇനി MG യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ വേറെയും പല റെഫറൻസുകളൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. സാറാസ് എന്നൊക്കെ പറയുന്ന ഒരു പബ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചിട്ട് MSCക്കും BSCക്കും ഒക്കെ പഠിക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ ഈ ബോർഡ് എക്സാമിന് അത് ഓക്കെയാണ്. പക്ഷെ നമുക്കൊരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു CSIR നെറ്റിലേക്ക് വരുമ്പോൾ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാമുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന പബ്ലിക്കേഷനൊന്നും നമുക്ക് ഇത് റെഫറൻസ് ബുക്കുകളും തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന ഫോറിൻ ഓതേഴ്സിന്റെ ബുക്കുകളാണ്. ചിലതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലതൊക്കെ നിങ്ങൾ റെഫറൻസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ബയോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോഡിഷ് എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബയോകെമിസ്ട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ലെനിഞ്ചർ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഓതേഴ്സിന്റെ ഫോറിൻ ഓതേഴ്സിന്റെ ബുക്കുകൾ ഇരിക്കുക. അപ്പം നമ്മളോട് കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നത് ഇത്തരം റെഫറൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അല്ലാതെ ലേറ്റസ്റ്റ് റിസർച്ച് പബ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടൊന്നും എന്ത് ചെയ്യില്ല, CSIR ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ചോദിക്കാറില്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോറിൻ ഓതേഴ്സിന്റെ ബുക്കുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ക്ലാസ്സുകളായിട്ട് എടുക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്ന ബുക്കുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫോറിൻ ഓതേഴ്സിന്റെ ബുക്കുകൾ റെഫറൻസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അത് ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ ആ ടോപ്പിക്കുകൾ, ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുന്നു, അത് മനസ്സിലാക്കുന്നു, അതിനെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഒരു ക്ലാസിന്റെ രൂപത്തിലേക്ക് ടോപ്പിക്കിനെ കൊണ്ടുവരുന്നത്. അത് ഏത് ടോപ്പിക് ആയിക്കോട്ടെ, നിങ്ങൾ ഈ പറയുന്ന ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതൊക്കെ ടോപ്പിക്ക് വരുന്നോ അതിനൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഈ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകും ടീച്ചേഴ്സ് സ്വാഭാവികമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു പുതിയ സാധനം നമ്മൾ പെട്ടെന്ന് മുന്നോട്ട് വെക്കാം. ഇപ്പൊ ഏത് ടോപ്പിക് ആണെങ്കിലും ഇപ്പൊ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരിക്കും, MSCക്ക് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും MSC ചെയ്യുന്ന ആളുകളാണെങ്കിൽ. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, നിങ്ങൾ പഠിച്ചതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ആ ടോപ്പിക്ക് കടന്നു പോവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഫോട്ടോസിന്തസിസ് തന്നെ എടുക്കാം. ഫോട്ടോസിന്തസിസ് നമുക്കറിയാം, ഒരു ലൈഫ് സയൻസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫോട്ടോസിന്തസിസ്. ഇപ്പോൾ ഫോട്ടോസിന്തസിസിൽ അറിയാം, ഫോട്ടോ സിസ്റ്റം 2 എന്ന് പറയുന്നത് ഒരു മേജർ പ്രോട്ടീൻ ആണ്. ഇറ്റ് ഇൻവോൾവ് ഇൻ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു മേജർ പ്രോട്ടീൻ ആണ് ഫോട്ടോസിസ്റ്റം 2 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോട്ടോസിസ്റ്റം 2 നമുക്കറിയാം ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫോട്ടോസിസ്റ്റം 2ന്റെ പാർട്ടായിട്ടുള്ള അസസറി പിഗ്മെന്റുകളുണ്ട്. അസസറി പിഗ്മെന്റുകൾ ആ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. അക്സസറി പിഗ്മെന്റ് എന്ന് പറയുമ്പോൾ കരോട്ടിനോയിഡ്സും അതുപോലെ തന്നെ ക്ലോറോഫിൽ ബിയും ആണ് ആ ലൈറ്റുകൾ അബ്സോർബ് ചെയ്യുന്നത്. പിന്നെ അവിടെ ആ ലൈറ്റ് എനർജി ട്രാൻസ്ഫറിങ് നടക്കും. അക്സസറി പിഗ്മെന്റ് ആയിട്ടുള്ള കരോട്ടിനോയിഡ് ഫസ്റ്റ് ലൈറ്റിനെ റിസീവ് ചെയ്യുന്നു, അത് ക്ലോറോഫിൽ ബിയിലേക്ക് പോകുന്നു. പിന്നീട് നമുക്ക് ഫോട്ടോസിസ്റ്റം 2വിനകത്ത് ഈ റിയാക്ഷൻ സെന്റർ പിഗ്മെന്റ് ഉണ്ട്, ക്ലോറോഫിൽ എ ഉണ്ട്. അപ്പൊ ഈ ക്ലോറോഫിൽ എയിൽ നിന്ന് ഫൈനലി ആ ലൈറ്റ് എനർജീനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇലക്ട്രോണ് ഫിയോഫൈറ്റിനിലേക്ക് പോകും. 2 ഇലക്ട്രോൺ എവിടേക്കാണ് പോവുക? ഫോട്ടോസിസ്റ്റം 2വിന്റെ ഫിയോഫൈറ്റിനിലേക്കാണ് പോവുക. അപ്പൊ അവിടെ ആ ക്ലോറോഫിൽ എയിൽ ലോസ് ആയിട്ടുള്ള 2 ഇലക്ട്രോണിനെ കോമ്പൻസേറ്റ് ചെയ്യണം. അത് കോമ്പൻസേറ്റ് ചെയ്യുന്നത് എവിടെ നിന്ന് എടുത്തിട്ടാണ്? ഫോട്ടോസിസ്റ്റം 2വിന്റെ പാർട്ടായിട്ടുള്ള D1 പ്രോട്ടീൻ എന്നാണ്. ഇത്രയും നിങ്ങൾ MSCക്കൊക്കെ പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും ഞാൻ പറയുന്നില്ല, ഏറെക്കുറെ ചിലരെങ്കിലും ഇത്രയും നിങ്ങളെ MSCന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ BSCന്റെ ഭാഗമൊക്കെ ആയിട്ടോ നിങ്ങൾ പഠിക്കാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ CSIR നമ്മളോട് ഈ കാര്യമൊന്നും ചോദിക്കൂല. ഞാൻ പറഞ്ഞുതരാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മളോട് ഇത്രയും കാര്യങ്ങളൊന്നും ചോദിക്കൂല. ഇത് നിങ്ങൾക്ക് ഓൾറെഡി MSCക്ക് അറിയാമെന്നൊക്കെ അവർക്ക് അറിയാം. അവര് നമ്മൾ ചോദിക്കുന്ന കാര്യം ഇതായിരിക്കും, ആ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് D1 പ്രോട്ടീൻ എടുത്ത ആ 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ, അത് എവിടെ നിന്ന് എടുത്തു എന്നാ CSIR ചോദിക്കാം. എവിടെ നിന്നാണ് 2 ഇലക്ട്രോൺ എടുത്തു എന്നാ ചോദിക്കാം. അപ്പൊ നമ്മൾ പറയണം, നമ്മൾ പഠിപ്പിക്കും അത് ഇവിടെ. അത് ഏതിനാ എടുത്തത്? ടൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ് എടുത്തിട്ടുള്ളത്. D1 പ്രോട്ടീനിന്റെ ഭാഗമായിട്ടുള്ള ടൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് റെസിഡ്യൂ എന്നാണ് ആ 2 ഇലക്ട്രോണുകളെ അവിടെ ക്ലോറോഫിൽ എക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള 2 ഇലക്ട്രോൺ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രത്തോളം നമ്മൾ ഒരു ഇൻഫർമേറ്റീവ് ആയിരിക്കണം കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് പോകുമ്പോൾ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരം എക്സാമുകളിൽ സക്സസ് ആവാനായിട്ട് സാധിക്കുള്ളൂ.
അഥവാ നമ്മൾ വാട്ട് എന്നുള്ള കൈൻഡ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇതുവരെ എല്ലാ ടോപ്പിക്കും പഠിച്ചു. വാട്ട് നമുക്ക് എല്ലാ കാര്യം അറിയാം, എന്താണെന്ന് അറിയാം, പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് അറിയാം എന്നുള്ളതാണ് സംശയം. ഒരു സംഭവം വൈ, എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് ചോദിച്ചാൽ അറിയില്ല, ഹൗ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. അപ്പൊ ഇത് ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മളെ സ്റ്റഡീസിനകത്തേക്ക് വാട്ട് എന്നുള്ളത് മാത്രം കൊണ്ടുവന്നാൽ പോരാ, നമ്മൾ വൈ എന്നുള്ളത് കൊണ്ടുവരണം, അതുപോലെ തന്നെ ഹൗ എന്നുള്ളത് കൂടെ ചേർത്ത് വെക്കണം. ഇത് രണ്ടും നിങ്ങൾ ചേർത്ത് വെച്ചോ, നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടേ ആവില്ല, ഒരിക്കലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല. അപ്പൊ ഈ കാര്യമാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സ്ട്രാറ്റജി നമ്പർ 1 എന്നോ അല്ലെങ്കിൽ നമ്പർ X എന്നോ വാട്ട് എവർ നിങ്ങൾ എന്തിട്ട് വിളിച്ചോ, ഈ സ്ട്രാറ്റജി നിങ്ങളെ പഠനത്തിനകത്ത് ഫോളോ ചെയ്താൽ യു വിൽ ബി ഡെഫിനറ്റ്ലി ക്വാളിഫൈ എവറി കോമ്പറ്റേറ്റീവ് എക്സാംസ്. CCR മാത്രമല്ല, നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ലിസ്റ്റ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാംസ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യും, ഉറപ്പാണ്, 100% ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നിലുള്ളത് സമയമാണ് ഏറ്റവും നമുക്ക് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ CSIR എക്സാം എന്ന് പറഞ്ഞാൽ അടുത്ത ഡിസംബറിൽ വരും. അടുത്ത CSIR എക്സാം എപ്പോഴാണ്? നമ്മൾ ഡിസംബറിൽ എക്സ്പെക്ട് ചെയ്യണം. സാധാരണഗതിയിൽ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ഫ്രീക്വൻസി പറയാൻ പറ്റുമായിരുന്നു. അഥവാ ജൂണിൽ നടക്കുന്ന CSIR എക്സാം എല്ലാ ജൂൺ 2nd വീക്കുകളിൽ ഉണ്ടാവും. അതുപോലെ ഡിസംബറിൽ നടക്കുന്ന CSIR എക്സാം ഡിസംബർ 2nd വീക്കിലായിരുന്നു വരിക. 2nd വീക്ക് എന്ന് പറയുമ്പോൾ 2nd വീക്കിൽ സൺഡേയിലാണ് വരിക. അത് ഉറപ്പുള്ള കാര്യമായിരുന്നു. ഒരു ഡേറ്റ് ഒന്നും അത് അവരെന്ത് ചെയ്യണ്ട, ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. CSIR എക്സാമുകളൊക്കെ ഇപ്പോ നമുക്കറിയാലോ, ഈ സ്കാമിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ CSIR എക്സാമിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഡേറ്റിൽ. ഇപ്പൊ കഴിഞ്ഞ CSIR എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ മാസമായിരുന്നു, അല്ല ഇപ്പൊ ഈ ജൂലൈ 17-നായിരുന്നു നടന്നത്, 17-ഉം 18-ലും. അപ്പൊ ഒരു മാസം വൈകിട്ടാണ് നടക്കുന്നത് എക്സാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ഈ പുതിയ കാലത്ത് CSIR എക്സാമുകളിലുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഇന്ന സമയത്ത് എക്സാം വരുമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതും പറയാൻ പറ്റുന്നില്ല. എക്സാമിന്റെ ഒക്കെ ഒരു മാസം മുന്നേയൊക്കെയാണ് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ, പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ പറയുന്നത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സമയമുണ്ടല്ലോ, ഡിസംബർ 2nd വീക്കിലേക്ക് നമ്മൾ പ്രിപ്പയർഡ് ആവുക. നമ്മുടെ എല്ലാ ടോപ്പിക്കുകളും പഠിച്ചിട്ട് നമ്മൾ റിവിഷനും തീർത്തിട്ട് ഈ സമയത്തേക്ക് നമ്മൾ പ്രിപ്പയർ ആവണം. അപ്പൊ ഈ ഒരു തരത്തിലാണ് നമ്മൾ കോഴ്സിന് കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമുക്കറിയാം നമ്മൾ ജൂലൈ അവസാനത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു നിങ്ങളെ 2nd വീക്കിലേക്ക്, ഡിസംബർ 2nd വീക്കിലേക്ക് തീർക്കാവുന്ന രീതിയിലാണ് നമ്മൾ ടോപ്പിക്കുകൾ കൊണ്ടുപോവുക. അപ്പൊ നമുക്ക് ടോപ്പിക്കുകളെല്ലാം തീർക്കുകയും ചെയ്യണം, നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള സമയം കിട്ടുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീക്കിൽ നിങ്ങൾക്ക് 2-3 ടോപ്പിക്കുകളായിരിക്കും പഠിക്കാനുണ്ടാവുക. 2-3 ക്ലാസ്സുകളല്ല നമ്മൾ പറയുന്നത്. ഇപ്പൊ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2-3 പാർട്ടുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് തരാം. നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളാണ് I+ പ്രൊവൈഡ് ചെയ്യുന്നത്, ലൈവ് ക്ലാസ്സുകളല്ല. ലൈവ് ഇന്ററാക്ഷൻസ് ഉണ്ടായിരിക്കും. അത് നമുക്ക് നിങ്ങളെ എന്താ പറയാ, നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് കാര്യങ്ങൾ ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ലൈവ് സെഷൻസ് ഒക്കെ ഇടയ്ക്ക് കണ്ടക്ട് ചെയ്യുക. പക്ഷെ നമുക്ക് മെജോറിറ്റിയും റെക്കോർഡ് ക്ലാസ്സുകൾ തന്നെയാണ്. റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഒത്തിരി അധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു കോളേജിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ അവിടൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീട്ടിലെത്തിയിട്ട് തന്നെ പഠിത്തം മതി എന്നുള്ള ഒരു രീതിയിലേക്കൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ ബസ്സിലിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ റെക്കോർഡ് ക്ലാസ് ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കാൻ പറ്റും. നിങ്ങൾ ഇതിനോട് അത്രത്തോളം കമ്മിറ്റഡ് ആയിരിക്കണം. എന്നാലേ നിങ്ങൾ ബസ്സിലിരിക്കുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഈ ക്ലാസ് കേൾക്കാനായിട്ട് വില്ലിങ് ആവുള്ളൂ. നമ്മൾ അത്രത്തോളം ഓക്കെ, അപ്പൊ നമ്മൾ അത്രത്തോളം ഇതിനോട് കമ്മിറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊന്നും നോക്കൂല. അതിനർത്ഥം ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് പഠിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടെങ്കിൽ അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ഇനിയുള്ള 6 മാസം നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇനിയുള്ള 6 മാസം ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾ അതിനെ യൂട്ടിലൈസ് ചെയ്യണം. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങൾ, ഞാൻ പറയാണ്, വെറുതെ സൊറ പറയുന്നത് പോലെ നിങ്ങൾ മാറ്റി നിർത്തണം എന്നുള്ളതാണ്. കാരണം 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് അത് ചെറിയൊരു അച്ചീവ്മെന്റ് ഒന്നുമല്ല. ഒരു PG പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ടുള്ളവരാവട്ടെ. അപ്പോൾ അത് 6 മാസം കൊണ്ട് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഇത് സാധിക്കുന്ന കാര്യമാണ്. 6 മാസം കൊണ്ട് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് എല്ലാവരെയും കൊണ്ട് സാധിക്കും, 6 മാസം കൊണ്ട് ക്വാളിഫൈ ചെയ്യാം. പക്ഷെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ടൈം മാനേജ് ചെയ്യണം ഇതിനകത്ത്. അപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു, നമ്മൾ വീക്കിലി ഒരു 2-3 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ തരിക.
ഞാൻ പറഞ്ഞു, എപ്പോഴും പറഞ്ഞ പാർട്ടായിട്ടല്ല. ഇപ്പൊ ചിലപ്പോൾ ഒരു ടോപ്പിക് തന്നെ നമ്മൾ 2-3 പാർട്ടുകളായിട്ട് തരും. അത് റെക്കോർഡ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ തന്നാൽ പോലും നിങ്ങൾ വളരെ കൃത്യമായിട്ട് അത് ആ ടോപ്പിക്ക് നിങ്ങൾ ബസ്സിലിരിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കേൾക്കാലോ, കേട്ടിട്ട് പഠിക്കാലോ. നമുക്ക് എപ്പോഴും ഇങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പൊ നിങ്ങൾ പാട്ട് കേൾക്കുന്നില്ലേ? നിങ്ങൾ പാട്ട് എഴുതി പഠിച്ചിട്ടാണോ നിങ്ങൾ പാട്ട് പഠിക്കുന്നത്? ഇപ്പൊ A.R. റഹ്മാന്റെ പാട്ട് ചിന്ന ചിന്ന ആസൈ ചിറകടിക്കും ആശൈ, നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആ വരി എഴുതി നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ കേട്ടിട്ട് തന്നെയല്ലേ ആ സംഭവം പഠിച്ചിട്ടുള്ളത്. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ പഠനം എന്നുള്ളത് നമുക്ക് കേട്ടുകൊണ്ടും പഠിക്കാൻ പറ്റും. അഥവാ നമുക്കിപ്പോൾ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് വളരെ സുഖമായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ഓൺലൈൻ പഠിക്കുന്ന പറയുമ്പോൾ അങ്ങനെയുള്ളൂ. നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് ആവാൻ പറ്റാത്ത ആളുകളാണ് ഓൺലൈനിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളെ പഠനത്തെ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത്തരം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ തന്നെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ പോകുന്ന കുറേ സമയങ്ങൾ. അപ്പൊ ആ സമയങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തിയിട്ട് ആ സമയങ്ങളും കൂടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സമയം ഇഷ്ടം പോലെ നിങ്ങളെ കയ്യിലേക്ക് വരും. പിന്നീട് നമുക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൺലൈൻ ആണെങ്കിലും ഒരു ഓഫ്ലൈൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരണമെന്നുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത്, ഞാൻ രാജലക്ഷ്മി മിസ്, മാളവിക മിസ് ഒക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അഥവാ നമുക്ക് വീക്കിലി 2 ദിവസമായിരുന്നു ലെക്ചർ ക്ലാസ്സുകൾ ഉണ്ടാവുക. അഥവാ വീക്കിലി നമുക്ക് 2 ടോപ്പിക്ക് കിട്ടുന്നുള്ളൂ. അത് ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ് ആണ് വീക്കിലി ഒരു ദിവസം നടക്കുന്നത്. അപ്പൊ അഥവാ ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും. അപ്പൊ നമുക്ക് ഒരു ശനിയാഴ്ചയും ഞായറാഴ്ചയും, ശനിയും ഞായറും കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? 2 ടോപ്പിക്ക് നമ്മളെ കയ്യിലേക്ക് വരും. പിന്നീടുള്ള മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ നമ്മൾ പഠിക്കുന്നത് ഈ 2 ടോപ്പിക്കുകൾ മാത്രമാണ്. അത് നമ്മൾ പഠിക്കാന്ന് പറയുമ്പോൾ സെൽഫ് സ്റ്റഡി അല്ല ഞങ്ങൾ അവിടെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഉണ്ടായിരുന്നത് ഗ്രൂപ്പ് സ്റ്റഡിയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഓൺലൈനിൽ എന്ത് ഗ്രൂപ്പ് സ്റ്റഡി എന്നുള്ളത്. അപ്പൊ നമ്മൾ നിങ്ങളെ കയ്യിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളെ കയ്യിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ 2 മണിക്കൂർ, ഞാൻ പറയുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഒരു 1.5 മണിക്കൂറെങ്കിലും നമുക്ക് വേണം. നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് സ്റ്റഡിയിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ സമയം മാറ്റി വെക്കാൻ കിട്ടുന്ന ആളുകളെ നമ്മൾ ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റും. മനസ്സിലായോ? ഇപ്പൊ പലരും നിങ്ങൾ ഇപ്പൊ ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കാം, MSc കഴിഞ്ഞ് വീടുകളിൽ ഇരിക്കുന്നവരുണ്ടായിരിക്കാം, ഇപ്പൊ നമ്മള് ഈ ഒരു മീറ്റിംഗിലേക്ക് വന്നിട്ടുള്ളതിനകത്ത്. അതേപോലെ തന്നെ MSc ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഉണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി, ഇപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, 4 years ബാച്ചിലർ ഡിഗ്രി ഉണ്ട്, അത് ചെയ്യുന്നവരൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങള് ഇപ്പൊ കറണ്ട് സ്റ്റാറ്റസ് എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നോക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഏത് സമയത്താണ് നിങ്ങൾക്ക് ഈ 1.5 മണിക്കൂർ മാറ്റി വെക്കാൻ പറ്റുന്നുള്ളതും കൂടെ നോക്കും. അപ്പൊ ആ സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടിയിട്ട് ഇരിക്കേണ്ടത്. അപ്പൊ നമുക്ക് ലെക്ചർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാം. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷനകത്തേക്ക് വരുമ്പോൾ നിങ്ങളെ ലെക്ചർ ക്ലാസ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് കേട്ടിരിക്കണം. ബാക്ക്ലോഗ്സ് ഒരിക്കലും വെക്കരുത്. ബാക്ക്ലോഗ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഗ്രൂപ്പ് ഡിസ്കഷനെ നിങ്ങൾക്ക് എഫക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മളത് ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മിനിമം ഒരു എന്താ പറയാ ഒരു 4 പേരുണ്ടായിരിക്കും, മാക്സിമം ഒരു 6 പേരോ 5 പേരോ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ആ ടോപ്പിക്ക് അങ്ങോട്ട് പറയാൻ പറ്റും. ഗ്രൂപ്പിനകത്തേക്ക് ചെല്ലുമ്പോൾ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ആ ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. കാരണം ആ ഗ്രൂപ്പിനകത്ത് അവർ ഡിസ്കസ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഓൾറെഡി നിങ്ങൾ ലെക്ചർ ക്ലാസ്സുകൾ കേൾക്കുന്നു, അത് മനസ്സിലാക്കുന്നു, അതിന്റെ ശേഷമാണ് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ചെല്ലുന്നത്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ ടീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല, ഫാക്കൽറ്റീസ് ഒന്നും ഉണ്ടായിരിക്കില്ല, നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളവർ തന്നെ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ നിങ്ങൾ ഓരോരുത്തരെ സമയം നോക്കിയിട്ടാണ് നമ്മളെ ഗ്രൂപ്പുകളാക്കി മാറ്റുന്നത് നിങ്ങളെ. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ലെക്ചർ ക്ലാസ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ആ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഇനി ആ ടോപ്പിക്കിനെ നിങ്ങൾ A to Z വരെ മൊത്തം പറഞ്ഞു, ഒരു തെറ്റുമില്ല. നമ്മൾ ആവർത്തിച്ച് കേൾക്കുക ചെയ്യുന്നത്. ആ ടോപ്പിക്ക് നമുക്ക് മറന്നു പോകില്ല. മറവിയിലേക്ക് നമ്മൾ ആ ടോപ്പിക്ക് ഒരിക്കലും വിട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. അത് നമുക്ക് ഗുണമാണ്. നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആ ഗ്രൂപ്പിനകത്ത് വെറുതെ പോയിരുന്നാൽ പോലും നമുക്ക് ഗുണം കിട്ടുന്നത്. ചിലപ്പോ ആ ഒരു ആള് ഇപ്പോ എന്റെ ഗ്രൂപ്പില്, ഞാനൊരു സ്റ്റുഡന്റ് ആണെന്ന് കരുതിക്കോ, എന്റെ ഗ്രൂപ്പില് അമ്മു ഉണ്ട്. അമ്മു പറഞ്ഞ ഏതെങ്കിലും പോയിന്റ് ആയിരിക്കും എനിക്ക് എന്ത് ചെയ്യുന്നത്, എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ സ്ട്രൈക്ക് ചെയ്യാം.
അതെന്നെ ആൻസറിലേക്ക് എത്തിക്കും, എന്നെ ചിലപ്പോൾ ക്വാളിഫൈ ചെയ്യിപ്പിക്കും ആ സംഭവം. അപ്പൊ അതുകൊണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ഒരു മാൻഡാറ്ററി ഫാക്ടറാണ്. ഓൺലൈനിൽ വരുന്ന പല ആളുകളും അത് മിസ് ചെയ്യുന്ന കാര്യമാണ്. നമുക്കത് നിർബന്ധമായിട്ടും I+ന്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമുക്കത് എന്ത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് വരുന്നവരൊക്കെ അതിന് സഹകരിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇനി ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഭാഗമാവാൻ വയ്യ, നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ആണ് കൂടുതൽ കംഫർട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. പക്ഷേ ആസ് എ ഫാക്കൽറ്റി നമ്മൾ ഇത് എന്താ പറയാ, കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻസ് തന്നെയാണ്. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് നമുക്ക് ഒരു മേജർ ആയിട്ടുള്ള ഒരു കാര്യം. അത് ഈ രീതിയിൽ ചെയ്യാം. നിങ്ങളെയൊക്കെ കൺവീനിയന്റ് ടൈം നോക്കിയിട്ട് ആ ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. പിന്നീട് നമുക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫറൻസുകളാണ് പ്രധാനമായിട്ടുള്ള കാര്യം. നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഫോറിൻ ഓതേഴ്സിന്റെ ബുക്കുകൾ റെഫറൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ക്ലാസ്സുകളിലേക്ക് വരുന്നത്. അപ്പൊ അതിനകത്ത് കണ്ടന്റുകൾ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും ലെക്ചർ ക്ലാസ്സുകൾ കേൾക്കാതെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കാൻ പോകരുത്. ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ ഇത് കോമൺ ആയിട്ടല്ല പറയുന്നത്, സോറി, ഇത് ജനറൽ ആയിട്ടാണ് പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു ഇതായിട്ടല്ല പറയുന്നത്. ഐ മീൻ ഏതെങ്കിലും കുഞ്ഞു ആളുകളെ വെച്ചിട്ടല്ല പറയുന്നത്, ഒരു കോമൺ ആയിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടിട്ട് ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ആ കാര്യത്തെ കൂടുതൽ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മറ്റേ നിങ്ങൾക്ക് ലെക്ചർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, സോറി, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ഭയങ്കര കോംപ്ലക്സ്ഡ് ആവും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ ഓരോ ടോപ്പിക്ക് പോയി നോക്കിക്കഴിഞ്ഞാലും ഇതിനൊരു പർട്ടിക്കുലർ ഓർഡറിലായിരിക്കില്ല ഉണ്ടാവുക, നമ്മൾ വിചാരിച്ച ഓർഡറിലായിരിക്കില്ല ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലക്സ്ഡ് ആവും, കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞു മറിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും, കോൺസെപ്റ്റുകൾ. അപ്പൊ ഏറ്റവും നല്ലത് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെക്ചർ ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം മാത്രം ടെക്സ്റ്റ് ബുക്കുകൾ തുറക്കുക. അത് എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ആ ടോപ്പിക്കിനെ ഏറ്റവും മികച്ച രീതിയിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്തേക്ക് വായിക്കുമ്പോൾ ഒരു ഫിഗറും നല്ല രീതിയിൽ മനസ്സിലാക്കി പോകണം. ഫിഗർ ബേസ്ഡ് ആയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ്, അത് പല ടെക്സ്റ്റ് ബുക്കൊന്നും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് CSER എക്സാമുകൾക്കും മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ വരാറുണ്ട്. അപ്പൊ അത് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകൾ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ ആയിരിക്കണം. ഏതെങ്കിലും പഴയ എഡിഷൻ വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞു തരും, ഇന്ന എഡിഷൻസ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓരോ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിൽക്കുന്നത്. അപ്പൊ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും നിങ്ങൾക്ക്. അപ്പൊ അത് കൃത്യമായിട്ട് റെഫർ ചെയ്തിട്ട് പോവാം. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് ഡിസ്കഷനകത്തേക്ക് ഇപ്പൊ നമ്മൾ ക്ലാസ്സുകളിൽ നിന്ന് മാത്രം പറയാത്ത പല പോയിന്റ്സും ഈ പറയുന്ന ബുക്കുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ പോയിന്റുകളെ എന്ത് ചെയ്യാം, നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങളൊന്ന് നോക്ക്, നിങ്ങളല്ലാത്ത വേറൊരാൾ കൊണ്ടുവരികയാണ് ആ ഗ്രൂപ്പിലേക്ക്. അപ്പൊ നിങ്ങൾക്ക് ആ ബെനിഫിറ്റും കൂടെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട് ഗ്രൂപ്പായിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ. മറ്റേത് അങ്ങനെയല്ല. എന്താ പറയാ, നിങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് സോറി, നമ്മളൊന്നും കൊടുക്കുന്നില്ല, നമ്മൾ സെൽഫ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടുന്നില്ല. വെറും നമുക്ക് ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്നതും പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് വായിച്ചുണ്ടാക്കുന്നത് മാത്രമേ കിട്ടുന്നുള്ളൂ. ഗ്രൂപ്പ് സ്റ്റഡി ആകുമ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് പുറത്തുനിന്നുള്ളതും കൂടെ കിട്ടുന്നു. വിച്ച് മീൻസ് മറ്റുള്ള ആളുകൾ വായിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നതും കൂടെ ഗ്രൂപ്പിനകത്തേക്ക് സ്റ്റഡി ചെയ്യുന്നു. ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് അവിടെ വർക്ക് ആവുന്നുണ്ട്. ആ കാര്യമാണ് നമുക്ക് ഇതിനകത്തേക്ക് പറയാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ എക്സാം സ്ട്രാറ്റജിക്കകത്ത് നമുക്ക് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഒരു കൺസിസ്റ്റൻസി ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കണം. കൺസിസ്റ്റൻസി നമുക്ക് കുറയുമ്പോൾ നമ്മൾ റിസൾട്ടും പുറകിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ നിങ്ങൾ പരിഗണിക്കുക. കൺസിസ്റ്റൻസി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത്. പിന്നെ നമുക്ക് എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ആ ഒരു ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയാനുള്ളത്. അതൊരു ജനറൽ ഇൻസ്ട്രക്ഷൻ ആണ്. സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് എക്സാമിന്റെ എലിജിബിലിറ്റി എന്താന്നുള്ളൊരു കാര്യം ഉണ്ടായിരിക്കും. എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ജനറൽ കാറ്റഗറിക്കാര് നോക്കുകയാണെങ്കിൽ 55% മാർക്കാണ് വേണ്ടത്. ഇനി OBC, നോൺ ക്രീമി ലെയർ, അതുപോലെ തന്നെ SC ST കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് 50% മാർക്ക് മതി എക്സാം അപ്പിയർ ചെയ്യാനായിട്ട്. CSER എക്സാമിന്റെ കാര്യമാണ് പറയുന്നത്. മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമുകളും ഓൾമോസ്റ്റ് ഈ രീതിയിൽ തന്നെയാണുള്ളത്. പിന്നെ നമുക്ക് ഇത് ഏജ് ലിമിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഏജ് ലിമിറ്റ് ആണ് പ്രധാനമായിട്ട് പറയേണ്ട വേറൊരു കാര്യം. അപ്പൊ ഏജ് ലിമിറ്റ് എന്നുള്ളത് ജനറൽ കാറ്റഗറി 30 years ആണ്, 30 വയസ്സാണ് ജനറൽ കാറ്റഗറി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് SC, OBC,
SC/ST കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 5 years റിലാക്സേഷൻ ഉണ്ട്, 5 വർഷം വരെ നമുക്ക് കിട്ടും. അപ്പൊ അഥവാ 35 years വരെ എഴുതാനായിട്ട് സാധിക്കും. പിന്നെ ഇതും വിമൺസിനും 35 years വരെ എക്സാം എഴുതാനായിട്ട് പറ്റും. അത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 35 years വരെ എഴുതാം. പിന്നെ ഇനിയിപ്പോ ഇങ്ങനെയുണ്ട്. ഇപ്പൊ ഒരു ജനറൽ കാറ്റഗറിക്കാരെന്ന് കരുതിക്കും, ഒരു മെയിൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബോയ് ഉണ്ട്, ജനറൽ കാറ്റഗറിയാണ്. അദ്ദേഹത്തിന് 32 years ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അതിന്റെ മുന്നേ എന്തെങ്കിലും റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് JRF-ന് അപ്ലൈ ചെയ്യാൻ പറ്റും 30 വയസ്സ് ശേഷം. അപ്പൊ നമ്മൾ ഈ ഏജ് ലിമിറ്റ് പറഞ്ഞത് JRF-ന് അപ്ലൈ ചെയ്യേണ്ട ഏജ് ലിമിറ്റ് ആണ് ഈ പറഞ്ഞത്. ബാക്കി അസിസ്റ്റന്റ് പ്രൊഫസർ ആവുന്നതിന് നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ല, അത് അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് PhD ഓൺലി കാറ്റഗറി ഉണ്ട്, അതിനൊന്നും ഏജ് ലിമിറ്റ് ഇല്ല. മീൻസ് അത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ JRF-ന് ആപ്ലിക്കേഷൻ തന്നെ കൊടുക്കുക, ഈ പറയുന്ന ഏജ് ലിമിറ്റിനകത്ത് നിൽക്കുന്ന ആളുകൾ. ഇനിയിപ്പോൾ ഈ ഏജ് ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ടുള്ളവർ നെറ്റിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ ഓൾറെഡി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോഴേ എന്താവും, അത് അസിസ്റ്റന്റ് പ്രൊഫസർ ഓൺലി എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ അത് ജനറേറ്റഡ് ആവും. അപ്പൊ അതുകൊണ്ട് നമ്മളത് സ്പെഷ്യലായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ ബേസിക് ആയിട്ട് വരുന്നുള്ളൂ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു JRF-ന് കിട്ടുന്നത് 37,000 രൂപ പ്ലസ് HRA ആണ്. HRA ഒക്കെ ചേർത്തിട്ട് ഇന്നിപ്പോ കേരളത്തിലെ അവസ്ഥ വെച്ചിട്ട് 18% ഒക്കെ ഓൾമോസ്റ്റ് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ HRA കിട്ടുന്നുണ്ട്. ഒരു 42,000 നിങ്ങളെ കയ്യിലേക്ക് വരും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളിപ്പോ MSc കഴിഞ്ഞു, മറ്റു ജോലികൾക്ക് പോകുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഇന്നത്തെ അവസ്ഥയിൽ ഒരു 42,000 കിട്ടുക എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഒരു 1 year അല്ലെങ്കിൽ 1.5 years ആകുമ്പോഴേക്കും നിങ്ങൾക്ക് JRF അഥവാ PhD-ക്ക് ജോയിൻ ചെയ്തു ഒരു 1 അല്ലെങ്കിൽ 1.5 years കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് SRF-ന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. SRF-ന് അപ്ലൈ ചെയ്യുന്ന ആളുകൾ, SRF ഇത് സാങ്ഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 50,000 എബോ നിങ്ങളുടെ കയ്യിലേക്ക് വരും. നിങ്ങളെ ഫെലോഷിപ്പ് എമൗണ്ട് 43,000 ആണ്. 43,000 പ്ലസ് HRA ആണ് വരിക. അപ്പൊ അത്രയധികം ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് കണ്ടീജൻസി എന്ന് പറഞ്ഞിട്ട് 20,000 എല്ലാ ഇയേഴ്സിലും നിങ്ങൾക്ക് PhD ചെയ്യുമ്പോൾ കിട്ടും. ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന CSIR ഫെലോഷിപ്പിലുള്ള കാര്യമാണ്. ഇനിയിപ്പോ വേറൊരു ഒരു കാര്യം കൂടെ ഇതിന്റെ കൂടെ പറയാനായിട്ടുള്ളത്, ഇപ്പൊ നിങ്ങൾക്ക് സപ്പോസ് ഒരാൾക്ക് JRF കിട്ടിയില്ല എന്ന് കരുതിക്കോ, JRF കിട്ടിയില്ല, അയാൾക്ക് നെറ്റാണ് വന്നത്. ഇപ്പൊ നെറ്റ് കിട്ടിയ ആളുകൾക്ക് അതുപോലെ തന്നെ നമുക്കറിയാം കാറ്റഗറി 3 തരം കാറ്റഗറി ഉണ്ട്. കാറ്റഗറി 1 ഉള്ളവർക്ക് JRF-ഉം നെറ്റും ക്വാളിഫിക്കേഷൻ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ കാറ്റഗറി 2-ലുള്ള ആളുകൾക്ക് കിട്ടുന്നത് നെറ്റ് ക്വാളിഫിക്കേഷൻ മാത്രമാണ്. കാറ്റഗറി 3 എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അത് PhD ഓൺലി ആണ് കിട്ടുക. അപ്പൊ അത് നമ്മൾ CSIR-ന്റെ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് കാറ്റഗറി ഇന്നതെന്നൊക്കെ പറയുന്നത്. അപ്പോ ഇതിൽ കാറ്റഗറി 3-ൽ കാറ്റഗറി 2-ൽ അഥവാ അസിസ്റ്റന്റ് പ്രൊഫസർ ഓൺലി ക്വാളിഫൈ ചെയ്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പോ പുതിയ ക്ലോസ് ആണ്, വിത്തിൻ 1 year തന്നെ എന്ത് ചെയ്യണം, PhD-ക്ക് ജോയിൻ ചെയ്യണം. അഥവാ നിങ്ങൾക്ക് ഒരു ഇതിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും, PhD ഇന്റർവ്യൂകളിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പലതരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചെല്ലുക, എന്നിട്ട് എന്ത് ചെയ്യുക, PhD-ക്ക് എത്രയും പെട്ടെന്ന് എൻറോൾ ചെയ്യുക. അഥവാ വിത്തിൻ 1 year-ന്റെ ഉള്ളിൽ എൻറോൾ ചെയ്തിരിക്കണം. നെറ്റ് ഓൺലി ഉള്ള ആളുകൾ PhD-ക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതിങ്ങനെ അസിസ്റ്റന്റ് പ്രൊഫസർ ഓൺലി അഥവാ നെറ്റ് ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, ഇതില്ല, JRF ഇല്ല. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ JRF ഇല്ലാത്ത ആളുകൾക്ക് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പിൽ PhD ചെയ്തിരിക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും ചെല്ലുമ്പോൾ വളരെയധികം ചെറിയ എമൗണ്ട് ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പ് കിട്ടുന്നത്. അപ്പൊ അത് നിങ്ങൾ വേണോ വേണ്ട എന്നുള്ളത് ചൂസ് ചെയ്യുക. അത് നിങ്ങളെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇതാണ്, ഡിസിഷനാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടും PhD ചെയ്യാം, നെറ്റ് ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ആളുകൾക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഈ സെയിം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ JRF കിട്ടിയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന സെയിം എമൗണ്ട് കിട്ടിയിരിക്കും. ഒരു എമൗണ്ടിൽ പോലും വ്യത്യാസം ഉണ്ടായിരിക്കില്ല. ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് നെറ്റ് ഓൺലി ആണെന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ ഒരു PhD-ക്ക് ട്രൈ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്തെന്ന് വെച്ചോ, നിങ്ങൾ അടുത്ത ഡിസംബറിൽ എഴുതുമ്പോൾ. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, PhD-ന്റെ കാര്യങ്ങൾ നോക്കുക. ഇതുപോലെ തന്നെ ഏതെങ്കിലും പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് PhD-യിലേക്ക് പ്രവേശിക്കുന്നതിനെ പറ്റി ചിന്തിക്കുക. കൂടെ തന്നെ എന്ത് ചെയ്യുക, അത് നെക്സ്റ്റ് ഒരു എക്സാം വരുമ്പോൾ അതൊരു JRF ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള പരിപാടി നോക്കുക. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ആ ബെനിഫിറ്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ.
വേറെ ഒരു സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾ പോയാലും ഞാൻ 100% പറയുന്നു, നിങ്ങൾ സക്സസ് ആവാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. സക്സസ് ആവില്ലെന്ന് ഞാൻ അങ്ങനെ ഒന്നും ഒരു രീതിയിൽ ഞാൻ ആർഗ്യൂ ചെയ്യുന്നില്ല. പക്ഷെ സക്സസ് ആവാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണെന്നുള്ള കാര്യം ഓർക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോട്ടോസിന്തസിന്റെ കാര്യം വെച്ചിട്ട് നമ്മൾ പറഞ്ഞു സ്പെസിഫിക്കലി എങ്ങനെയാണ് CSIR ചോദിക്കുന്നു എന്നുള്ളത്. ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ പറഞ്ഞു ഇത്രയും സ്പെസിഫിക്കലി CSIR ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ CSIR എക്സാമിനകത്ത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇപ്പൊ നമുക്ക് അറിയാം ഒരുവിധം കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കുന്ന കാര്യം തന്നെയാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനെ കുറിച്ച്, അഥവാ നൈട്രജൻ ഫിക്സേഷൻ നാച്ചുറൽ പ്രോസസ് വഴി ഈ നൈട്രജൻ ഫിക്സേഷൻ ഏറ്റവും കൂടുതൽ ഏത് രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ വഴിയാണ് നടക്കുന്നത് എന്നുള്ളത് ഒരുവിധം MSc കഴിഞ്ഞ ആളുകൾക്കും BSc കഴിഞ്ഞ ആളുകൾക്കൊക്കെ അത് ജനറലി അറിയാവുന്ന ഒരു സാധനമാണ്. ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ളത് CSIR എക്സാം ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് എക്സാമിനെ കുറിച്ച് നമുക്ക് എന്ത് വേണ്ട, ഓവറായിട്ട് ഒത്തിരി ഓവറായിട്ട് നമുക്ക് ഒരു കൺസേൺ വേണ്ട. ഇതെന്തോ വേറെ കുറെ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്, നമുക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല. ചിലപ്പോൾ മാർക്കൊക്കെ കുറവുള്ള ആൾക്കാർക്ക് ഒരു ഇത്തരത്തിലുള്ള ഒരു പേടി ഉണ്ടായിരിക്കും. ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട്, അവന് MScക്ക് വെറും 58% ആണ് മാർക്ക്. എത്ര ശതമാനമാണ്? 58. നിങ്ങൾ ആലോചിച്ച് നോക്ക്, CSIR എക്സാം എഴുതാൻ വെറും 55% മിനിമം മാർക്ക്. അതിനേക്കാളും വെറും 3% മാത്രമേ കൂടുതലുള്ളൂ. ആ ആള് ഫസ്റ്റ് ചാൻസ് തന്നെ JRF ക്വാളിഫൈ ചെയ്തു വിത്ത് എന്ത് ജനറൽ ഇതിന്റെ കട്ട് ഓഫ് വെച്ചിട്ട് തന്നെ അത്രയും മാർക്കിൽ ക്വാളിഫൈ ചെയ്തിട്ട് പിന്നീട് എവിടെ പോയി? ഐസറിലാണ് PhD ചെയ്യുന്നത്. ട്രിവാൻഡ്രം ഐസറിലെ PhD ചെയ്യുന്നത്. വൈറോളജിയിലാണ് PhD ചെയ്യുന്നത്. വൈറോളജി ലാബിൽ ഇപ്പോഴും ഉണ്ട്. PhD സബ്മിഷൻ പോയിന്റിലാണ് നിൽക്കുന്നത്. ഐസറുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ആൾ അവിടെ ഉണ്ട്, എന്റെ സുഹൃത്താ, പേര് ഞാൻ പറയുന്നില്ല, നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കുകയാണല്ലോ. അപ്പോൾ അത്രത്തോളം നമുക്ക് ഇതൊരു വിഷയമല്ല, നമ്മളെ പേഴ്സന്റേജ് ഒരു വിഷയമല്ല. നമുക്ക് യൂണിവേഴ്സിറ്റി റാങ്ക് ഉണ്ടെങ്കിൽ CSIRന് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ മനസ്സൊക്കെ മാറ്റി വെക്കുക. നമുക്ക് വേണ്ടത് ഈ 6 മാസം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനുള്ള മനസ്സാണ് വേണ്ടത്. അഥവാ ഫാക്കൽറ്റീസ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് വളരെ കൃത്യമായിട്ട് കേൾക്കുക, അത് ഫോളോ അപ്പ് ചെയ്യുക കൃത്യമായിട്ട്. അതിനകത്ത് ഈ പറയുന്ന കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ ചെയ്തോ, നിങ്ങൾ 6 മാസം കൊണ്ട് ഈ പറയുന്ന JRF നിങ്ങളെ കയ്യിലുണ്ടായിരിക്കും. പിന്നീട് 6 മാസത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് വരുന്ന പല കോമ്പറ്റേറ്റീവ് എക്സാംസും ഉണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാർക്ക്, ICMR ഒക്കെ ഈ ഡിസംബറിനകത്ത് വരുന്ന എക്സാമുകളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫെബ്രുവരിയിലാണ് ഗേറ്റ് എക്സാം വരിക. ഗേറ്റിന്റെ ആപ്ലിക്കേഷൻ വിളിക്കുന്നത് സെപ്റ്റംബറിലാണ് സെപ്റ്റംബറിലാണ് സാധാരണ വിളിക്കാനായിട്ടുണ്ട്. ഇപ്പൊ ഓഗസ്റ്റ് കഴിഞ്ഞു, അടുത്ത മാസം സെപ്റ്റംബറാണ്. ആപ്ലിക്കേഷൻ വിളിക്കും തീർച്ചയായിട്ടും. ലൈഫ് സയൻസിൽ എല്ലാവരും കൊടുക്കണം. നിങ്ങൾ കൊടുക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ലൈഫ് സയൻസിൽ നമുക്ക് അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും, ബയോടെക്നോളജിക്കും പറ്റും. ഇപ്പൊ ബോട്ടണി ആവട്ടെ, സുവോളജി ആവട്ടെ, ബയോകെമിസ്ട്രി എടുത്തവരൊക്കെ ആവട്ടെ, എന്താവട്ടെ, ലൈഫ് സയൻസ് ഏത് കോഴ്സ് പഠിച്ച ആളുകൾക്കും ബയോടെക്നോളജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഗേറ്റിനകത്ത്. അതേപോലെ ലൈഫ് സയൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ഈ പറയുന്ന എല്ലാ ലൈഫ് സയൻസ് കോഴ്സ് പഠിച്ച് ഇറങ്ങിയവർക്കും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവിടെ ഫെലോഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു എക്സാം ഉണ്ട് ഗേറ്റിനകത്ത് തന്നെ. എക്കോളജി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെലോഷിപ്പ് കിട്ടും, PhD ചെയ്യാൻ ഫെലോഷിപ്പ് കിട്ടും. ഇതിന് രണ്ടിനും ഫെലോഷിപ്പ് ഇല്ല. ലൈഫ് സയൻസിനും ഫെലോഷിപ്പ് ഇല്ല, അതുപോലെ തന്നെ ബയോടെക്നോളജിക്കും ഫെലോഷിപ്പ് ഇല്ല. പക്ഷെ എക്കോളജിക്ക് ഫെലോഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് പേരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ലൈഫ് സയൻസ് മാത്രം അപ്ലൈ ചെയ്യും ഗേറ്റിനകത്ത്, എക്കോളജി അപ്ലൈ ചെയ്യില്ല, ഫെലോഷിപ്പ് ഉള്ള സാധനം അപ്ലൈ ചെയ്യില്ല. പക്ഷെ നമുക്ക് ഇവിടെ നമ്മൾ എക്കോളജി കംപ്ലീറ്റ് പഠിപ്പിക്കുന്നുണ്ട്. എക്കോളജി കംപ്ലീറ്റ് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പഠിപ്പിക്കും. എക്കോളജി പഠിച്ചോ, നിങ്ങൾക്ക് ആ ഗേറ്റിനകത്ത് എക്കോളജി ക്വാളിഫൈ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഫെലോഷിപ്പ് നേടിയെടുക്കാം. CSIRന്റെ ഫെലോഷിപ്പ് മാത്രമല്ല നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്, നിങ്ങൾക്ക് ഗേറ്റിന്റെ എക്കോളജി ഫെലോഷിപ്പും കയ്യിലേക്ക് വരും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഡിസംബറിൽ നിങ്ങൾ എക്സാം കഴിയും CSIRന്റെ, ഇല്ലെങ്കിൽ പോട്ടെ ഇനിയിപ്പോ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ പോലും ജാനുവരിയിൽ കഴിയും. ജനുവരി കഴിഞ്ഞു, തൊട്ടടുത്ത മാസമാണ് ഫെബ്രുവരി വരുന്നത്. ഫെബ്രുവരി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗേറ്റും കൂടെ കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ പഠിച്ചത് മാത്രം മതി ഗേറ്റ് ക്വാളിഫൈ ചെയ്യാൻ. നിങ്ങൾക്ക് എക്കോളജിയിൽ നിങ്ങൾക്ക് ഗേറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ബയോടെക്നോളജിയിൽ ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റും, അതുപോലെ ലൈഫ് സയൻസിനകത്ത് നിങ്ങൾക്ക് ഗേറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. 3 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഗേറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എക്കോളജിയാണ്. ആ ഫെലോഷിപ്പ് നേടിയെടുക്കുക ഈസിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു അടുത്ത 6-7 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ വളരെ ഈസി ആയിട്ട് 2 ഫെലോഷിപ്പ് കയ്യിലേക്ക് വരും. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പൊ DBT ഇപ്പൊ നമുക്കറിയാം അടുത്ത എക്സാമിൽ മെർജ് ചെയ്തു പോയി. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ആ സംഭവം. DBTന്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം,
നമുക്ക് CSIRന്റെ സി പാർട്ട് ക്വസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് ഒത്തിരി എന്താ പറയാ കമ്പാരിറ്റീവ്ലി ലെങ്ത് കുറഞ്ഞ ക്വസ്റ്റിനാണ് DBTക്ക് ഉള്ളത്. CSIRന്റെ പാർട്ട് സി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അത് ഒത്തിരി വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക, നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സമയം കൂടുതൽ എടുക്കും. പക്ഷെ ഇവിടെ DBT ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് സമയം വളരെ കുറച്ചാൽ മതി. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം സമയം എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. നമുക്ക് സമയം കിട്ടുക, അത് നമുക്ക് അത്രയും നല്ല രീതിയിൽ ചിന്തിക്കാനും ആൻസറിലേക്ക് എത്താനുള്ള സമയമാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. ക്വസ്റ്റ്യൻ ഷോർട്ട് ആവുന്നോ അത് നമുക്ക് അത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് നൽകും. അപ്പൊ DBT ക്വസ്റ്റ്യനുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി ലെങ്തി അല്ലാത്ത ക്വസ്റ്റ്യൻസാണ്. ഇനി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് CSIR എക്സാമുകൾക്ക് വരാം. ഇപ്രാവശ്യം എഴുതിയ കുട്ടികളുണ്ട്, നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞത്, നമ്മളെ ഫാക്കൽറ്റീസ് ആയതുകൊണ്ട് നമ്മൾ എഴുതിയിട്ടില്ല, പക്ഷെ അവരൊക്കെ പറയുന്നത് എന്താണ്, DBT പോലെ വളരെ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്തവണ CSIRന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ അവസരം മുതലാക്കുക. DBT വന്നു എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ബാഡ് ആയിട്ടുള്ള കാര്യമില്ല, നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് വന്നിട്ടുള്ളത്, അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനെ നീ മുതലാക്കാൻ നോക്കുക. ഇനിയിപ്പോ ഏതെങ്കിലും രീതിയിൽ ഇനിയിപ്പോ DBT പോവുകയാണ് CSIRന്, ഫ്യൂച്ചറിൽ അങ്ങനെയും സംഭവിക്കാമല്ലോ, പഴയ പോലെ തന്നെ DBT ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സാം നടത്തുക. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നഷ്ടം ഉണ്ടാക്കുള്ളൂ. ഇപ്പൊ നമുക്ക് ഉള്ളത് എന്താണ്, ശരിക്കും പറഞ്ഞാൽ ലാഭമാണ് ഉള്ളത്. അപ്പൊ ഈ ലാഭത്തിനെ നമ്മൾ ഉപയോഗിക്കാം ഇപ്പൊ ഈ സമയം. അഥവാ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് CSIR പഴയതിനേക്കാളും സ്ട്രഗിൾ വളരെ കുറഞ്ഞിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ ഫെലോഷിപ്പിനെ കുറിച്ച് സംസാരിച്ചു, അതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ CSIR ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ കിട്ടുന്ന ഫെലോഷിപ്പിനെ കുറിച്ചാണ് സംസാരിച്ചത്. അത് കൂടാതെ തന്നെ നമുക്ക് കിട്ടുന്ന വേറൊരു ഫെലോഷിപ്പാണ് PMRF എന്ന് പറയുന്ന ഫെലോഷിപ്പ് ഉണ്ട്, പ്രധാനമന്ത്രി റിസർച്ച് ഫെലോഷിപ്പ്. ഈ PMRF നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ PhDക്ക് ജോയിൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് PMRFന്റെ അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം. PMRFന്റെ അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് PMRF കിട്ടുള്ളൂ. അഥവാ PMRF കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ PhD എൻറോൾ ചെയ്തു കോഴ്സ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ആ കോഴ്സ് വർക്കിലെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ നമ്മൾ PMRFൽ എന്ത് ചെയ്യണം, ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ആ സ്ക്രൂട്ടിനി ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം PMRF കിട്ടുക. എന്റെ 2 സുഹൃത്തുക്കൾക്ക് PMRF കിട്ടിയിട്ടുണ്ട്. ഒരാള് ഐസർ തിരുപ്പതിയിലാണ്, ഐസർ തിരുപ്പതിയിലും ഒരാള് JNUയിലുമാണ്. അങ്ങനെ 2 എന്റെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, PMRF കിട്ടിയിട്ടുണ്ട്. PMRF കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് PhD ചെയ്യണം. അപ്പൊ അഥവാ നമ്മൾ CSIR ക്വാളിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു JRF നേടിയെടുക്കുന്നു, ആ JRF നേടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് PhDക്ക് പോവുക. പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് PhDക്ക് പോകുമ്പോൾ അവിടുത്തെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. നിങ്ങൾ CSIR ക്വാളിഫൈ ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് ഇന്റർവ്യൂ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പൊ നിങ്ങളെ നമുക്ക് അതിനും കാപ്പബിൾ ആക്കി തരാനായിട്ട് പറ്റും. ഈ എല്ലാവിധ ഇന്റർവ്യൂ സപ്പോർട്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങളെ എക്സാമിനുള്ള ആ ഒരു ഇത് മാത്രമല്ല നമ്മൾ നൽകുന്നത്, ക്വാളിഫൈ ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമല്ല, ക്വാളിഫൈ ചെയ്തതിന്റെ ശേഷം ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയിട്ട് PhD ചെയ്യാൻ നിങ്ങളെ കാപ്പബിൾ ആക്കി തരും. അഥവാ നിങ്ങളെ ഇന്റർവ്യൂ പ്രോസസ്സിലൊക്കെ നമ്മൾ ഉണ്ടായിരിക്കും. ഇന്റർവ്യൂ പ്രോസസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തെല്ലാം തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാം, അപ്പൊ ആ ക്വസ്റ്റ്യൻ എങ്ങനെ എന്ത് ചെയ്യണം, ഡിഫെൻഡ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞേക്കുള്ളൂ. അപ്പൊ അതിന് നിങ്ങൾ നമ്മളെ പാർട്ടായിട്ട് നിൽക്കണം. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രി റിസർച്ച് ഇത് കിട്ടും, ഫെലോഷിപ്പ് കിട്ടും, PMRF കിട്ടും. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PMRFന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, PMRFന് അണ്ടറിൽ വരാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അപ്പൊ PMRF കിട്ടിക്കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫെലോഷിപ്പ് 1 lakhലേക്ക് പോകുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു മാസം നിങ്ങൾക്ക് 43,000 രൂപ മേടിക്കണോ 1 lakh rupees മേടിക്കണോ എന്നുള്ളത്. അതിനകത്ത് ഒരു ടാക്സ് പോലും ഇല്ല, വിത്തൗട്ട് ടാക്സ് ആണ് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടുന്നത്. നിങ്ങൾ വളരെ ചെറു പ്രായത്തിൽ തന്നെ 23-24 വയസ്സിൽ നിങ്ങൾക്ക് പെർ മന്ത് 1 lakh rupees കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ മണി ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് മിസ് ചെയ്യാതിരിക്കുക. നിങ്ങളെ മുന്നിലിരിക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത്, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ MSc കഴിഞ്ഞിട്ട് വേറൊരു ജോലിക്കൊന്നും അന്വേഷിച്ച് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഈ പറയുന്ന കാര്യം അടുത്ത ഒരു 6 മാസം എക്സിക്യൂട്ട് ചെയ്താൽ മതി, 1 ലക്ഷം രൂപ മേടിക്കുന്നിടത്തേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതാ പറയുന്നത്. PMRF മേടിക്കുന്ന പല ആളുകളും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇനി PMRF മാത്രമല്ല, SPM എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫെലോഷിപ്പ് ഉണ്ട്. SPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് CSIRനകത്ത് 20 റാങ്കിൽ കുറവായിരിക്കണം, മാക്സിമം 20 ഒന്നാമത്തെ റാങ്ക് തൊട്ട് 20ാമത്തെ റാങ്ക് വരെ. ഇത്ര ആളുകൾക്ക് PMRFന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. PMRF ആണെങ്കിൽ ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ഇപ്പൊ 37,000 ഞാൻ പറഞ്ഞത്, പ്ലസ് HRA ചേർത്തിട്ട് 43,000 രൂപ എന്ന് പറഞ്ഞു.
അതാണ് നമുക്ക് ഒരു JRFന് കിട്ടുന്നത്. PMRFLO ആണെങ്കിൽ നിങ്ങൾക്ക് CSIR 20 റാങ്ക് കുറവായിരിക്കണം, എന്നാൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5000 രൂപയും കൂടെ എക്സ്ട്രാ കിട്ടും. അഥവാ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 50,000 തന്നെ നിങ്ങൾക്ക് PhDയുടെ ആദ്യത്തെ മാസം തൊട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നീട് SRF ആകുമ്പോൾ നിങ്ങൾ നോക്ക്, അപ്പോഴും നിങ്ങൾക്ക് കൂടും. ഒരു 60,000 രൂപ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും മാസം. ഇങ്ങനെ SPM ഫെലോഷിപ്പ് അടക്കമുണ്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് എത്താനുള്ള മാർഗമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ലെക്ചർ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കുക, നമ്മൾ റെഫർ ചെയ്ത ബുക്കുകൾ കൃത്യമായിട്ട് പറഞ്ഞു തരും, അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചെടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഗ്രൂപ്പ് സ്റ്റഡി ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് 100% റിസൾട്ടിലേക്ക് എത്തും. ഇതിന് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, സക്സസീവ് ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ പറയുന്നത്. നമ്മളൊക്കെ വിൻ ചെയ്തിട്ടുള്ള മെത്തേഡാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്യാം. പിന്നീട് നമുക്ക് വേറൊരു കാര്യം നമുക്ക് ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എക്സാമുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ CSIR എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പാറ്റേൺ നോക്കാം. പാർട്ട് A ഉണ്ടായിരിക്കും, പാർട്ട് B ഉണ്ടായിരിക്കും, പാർട്ട് C ഉണ്ടായിരിക്കും. ഇങ്ങനെ 3 പാർട്ടുകളായിട്ടാണ് നമ്മുടെ ലൈഫ് സയൻസിന്റെ ഈ ഒരു എക്സാം ഇരിക്കുന്നത്. പാർട്ട് Aയിൽ നമുക്ക് മൊത്തം 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. പാർട്ട് Aയിൽ മൊത്തം 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റ്യന്റെയും മാർക്ക് എന്ന് പറയുന്നത് 2 മാർക്കാണ്. എത്ര മാർക്കാണ്? 2 മാർക്കാണ്. അപ്പൊ നമുക്ക് ടോട്ടൽ അവിടെ എത്ര മാർക്ക് കിട്ടുന്നു? 40 മാർക്ക് കിട്ടും അല്ലെ? 20 മാർക്ക് എന്ന് പറയുമ്പോൾ ടോട്ടൽ 40 മാർക്കാണ് വരിക. 40 മാർക്ക് കിട്ടൂല നമുക്ക് അവിടെ മാക്സിമം 15 ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മാക്സിമം എത്ര ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യാൻ പറ്റാം? 15 ക്വസ്റ്റ്യൻ ആണ് അപ്പിയർ ചെയ്യാൻ പറ്റുക. അഥവാ നമുക്ക് 30 മാർക്കാണ് പാർട്ട് Aയിൽ കിട്ടുന്നത്. പാർട്ട് Aയിൽ കിട്ടുന്നത് എത്രയാണ്? 30 മാർക്കാണ്. പിന്നെ പാർട്ട് A ആ ഒരു സെഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പാർട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സബ്ജക്ട് റിലേറ്റഡ് അല്ല എന്നുള്ളതാണ്. ഇത് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസും മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസും ആണ് അവിടെ ഇരിക്കുന്നത്. 30 മാർക്കിനുള്ള ക്വസ്റ്റ്യന് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസും ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസും ആണ്. നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ഒരു തരത്തിലും ബന്ധമല്ല. ഇനിയിപ്പോ വളരെ ചില എന്താ പറയാ സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോലും സബ്ജക്റ്റിൽ പഠിക്കുന്ന കോൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ചില ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് പാർട്ട് Aയിൽ. അപ്പൊ അതൊക്കെ വിട്ടേക്ക്. എന്നിരുന്നാൽ പോലും നമുക്ക് അവിടെ എത്രയാണ്? ടോട്ടൽ 20 ക്വസ്റ്റ്യൻ ഉണ്ട്. പരമാവധി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് 15 ക്വസ്റ്റ്യൻസ്, 30 മാർക്കാണ് കിട്ടുക. ഇനി പാർട്ട് Bയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 50 ക്വസ്റ്റ്യൻ ടോട്ടൽ ഉണ്ടായിരിക്കുക. നമുക്ക് 35 ക്വസ്റ്റ്യനെ പരമാവധി അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. 35 ക്വസ്റ്റ്യനെ നമ്മൾ പരമാവധി അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. വിച്ച് മീൻസ് നമുക്ക് ഏറ്റവും നല്ല 35 നമ്മളവിടെ സെലക്ട് ചെയ്താൽ മതി. 35 നമ്മൾ സെലക്ട് ചെയ്താൽ മതി 50 എണ്ണത്തില്. അപ്പോ ഈ 35 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 70 മാർക്കാണ് കിട്ടുക. അഥവാ ഒരു ക്വസ്റ്റ്യന് നമുക്ക് 2 മാർക്ക് തന്നെ കിട്ടുക. പാർട്ട് Bയിലും ഒരു ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 2 മാർക്കാണ്. അപ്പൊ പാർട്ട് Aയും Bയും ചേർന്നിട്ട് ഇപ്പൊ എത്രയായി? 70 മാർക്ക് പാർട്ട് Bയിലും 30 മാർക്ക് പാർട്ട് Aയിലും. 100 മാർക്കായല്ലോ. 100 മാർക്കായി. ഇനി ഇതിലേക്ക് പാർട്ട് Cയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. പാർട്ട് Cയിൽ ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഈ 75 ക്വസ്റ്റ്യനകത്ത് നമ്മൾ 25 ശരിയാക്കിയാൽ മതി. 50 ക്വസ്റ്റ്യൻ നമുക്ക് ഒഴിവാക്കാനാ. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടായിരിക്കും 50 ക്വസ്റ്റ്യൻ ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയല്ലേ എന്നുള്ളത്. 50 ക്വസ്റ്റ്യന് ഒഴിവാക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള പ്രോസസ് അല്ല, ടഫായിട്ടുള്ള പ്രോസസ്സാണ്. ഹൈലി ടഫായിട്ടുള്ള പ്രോസസ്സാണ്. നിങ്ങൾ കാര്യമായിട്ട് എക്സാം എഴുതാൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 25 ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഒരു കാരണവശാലും തെറ്റിപ്പോകില്ല എന്ന് ഉറപ്പുള്ള 25 നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതിനെ നിങ്ങളെ കാപ്പബിൾ ആക്കി തരും എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വരുന്ന അടുത്ത 6 മാസം നിങ്ങളെ കൂടെ നമ്മൾ ഗോസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളെ കൂടെ കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? നിങ്ങളെ 25 ക്വസ്റ്റ്യൻ പാർട്ട് Cയിൽ നിങ്ങളെ കൃത്യമായിട്ട് അത് എന്താ പറയാ മാർക്ക് ചെയ്യാൻ കാപ്പബിൾ ആക്കുന്നുള്ളതാണ്. അപ്പൊ 50 ക്വസ്റ്റ്യൻ നമ്മൾ ഒഴിവാക്കണം. പാർട്ട് Cയിൽ ഒരു ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4 മാർക്കാണ്. എത്ര മാർക്കാ? 4 മാർക്കാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് 25 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 100 മാർക്കാണ് പാർട്ട് Cയിലൂടെ വരുന്നത്. 100 മാർക്കാണ്. ഇപ്പൊ എത്ര ICSIR ടോട്ടൽ മാർക്ക്? 200 മാർക്കായി. പാർട്ട് Aയിൽ നമുക്ക് ടോട്ടൽ 30 മാർക്ക് കിട്ടുന്നു. പാർട്ട് Bയിൽ നമുക്ക് ടോട്ടൽ 70 മാർക്ക് കിട്ടുന്നു. പാർട്ട് Cയിലോ നമുക്ക് ടോട്ടൽ 100 മാർക്ക് കിട്ടുന്നു. അപ്പൊ നമുക്ക് 70 പ്ലസ് 30 പ്ലസ് 70 പ്ലസ് 100 നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? 200 കിട്ടി. അപ്പൊ 200 മാർക്കിലേക്കാണ് CSIR എക്സാം നടക്കുക. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. ഇപ്പൊ പാർട്ട് C തന്നെ നമുക്ക് 75 ക്വസ്റ്റ്യൻ ഉണ്ട്.
75 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കാ, ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കാ. 25 നമുക്ക് അപ്പിയർ ചെയ്യുന്നുള്ളൂ, 100 മാർക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി 50 ഒഴിവാക്കാനാ. 50 ഒഴിവാക്കുന്ന പറയുമ്പോൾ 200 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവിടെ വേറെ ഇരിക്കുന്നുണ്ട്, അത് നമ്മൾ അറ്റൻഡ് ചെയ്യണ്ട. ശരിക്കും പറഞ്ഞാൽ 450 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് ടോട്ടൽ. ഒരു CSIR ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ പാർട്ട് എയിലും പാർട്ട് ബിയിലും പാർട്ട് സിയിലും കൂടെ ആയിട്ട് 450 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. പക്ഷെ എക്സാം നടക്കുന്നത് എത്രയിലേക്കാ? 200 മാർക്കിലേക്കാ. എക്സാം നടക്കുന്നത് 200 മാർക്കിലേക്കാ. അപ്പൊ ഈ 200 മാർക്കിനകത്ത് എത്ര നമ്മൾ മേടിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. CSIR എക്സാം അപ്പിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര മാർക്ക് മേടിക്കണം എന്നുള്ളത് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു നിങ്ങൾ 120 മാർക്ക് മേടിക്കണം. 120 മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് JRF കിട്ടും. 120 മാർക്ക് ചില സമയത്തൊന്ന് കട്ട് ഓഫ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അത്ര വേണ്ട. പക്ഷെ ഒരു സേഫസ്റ്റ് കട്ട് ഓഫ് പറയുന്നത് 120 മാർക്ക് എന്നുള്ളത്. 120 മാർക്ക് എല്ലാവർക്കും സാധിക്കും. 6 മാസം കൃത്യമായിട്ട് CSIR പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് 120 മാർക്ക് പുല്ല് പോലെ എടുക്കാൻ പറ്റുന്ന സംഗതിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ പറയാം, പുഷ്പം പോലെ എടുക്കാൻ പറ്റുന്ന സംഗതിയാണ് 120 മാർക്ക് എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചോ. ഇപ്പോ നമ്മൾ എന്താ പറയാ, ഇത് ഞാൻ പറയുന്നത് എല്ലാ കാറ്റഗറിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത് 120 മാർക്ക് എന്നുള്ളത്. അല്ലാതെ ഇന്ന കാറ്റഗറിക്ക് എന്നല്ല. നമുക്ക് അങ്ങനെ ഒരു സംഗതി ഇല്ല. നമ്മൾ എല്ലാവർക്കും ക്ലാസ് ഒരേപോലെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും സെയിം ഇന്റലിജൻസ് തന്നെയുള്ളത്. യൂണിവേഴ്സിറ്റി റാങ്ക് മേടിച്ച ആൾക്ക് വേറൊരു ഇന്റലിജൻസ് ഇല്ല, ഒരു 56% മാർക്കുള്ള ആൾക്ക് വേറൊരു ഇന്റലിജൻസ് എന്നില്ല. അടുത്ത 6 മാസം നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ റിസൾട്ട്, CSIRന്റെ റിസൾട്ട്. ഇപ്പോ ഞാൻ MSc കഴിഞ്ഞു 3 വർഷം കഴിഞ്ഞിട്ടാണ് CSIR എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. MSc കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് 2016 എന്റെ MSc കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2019 ഞാൻ എന്ത് ചെയ്യുന്നത്, CSIRന് വേണ്ടി ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. MSc പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ എഴുതിയിട്ടുണ്ട്, അങ്ങനെ കാര്യമൊന്നും ഇല്ലാതെ ഞാൻ വെറുതെ പോയിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് എന്റെ മാർക്ക് വളരെ കുറവായിരുന്നു. 27 മാർക്ക് 30 മാർക്കൊക്കെ ആയിരുന്നു CSIRനകത്ത് കിട്ടിയിരുന്നത്. പിന്നീട് ഞാൻ എഴുതിയിട്ടേ ഇല്ല. MSc കഴിഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടേ ഇല്ല CSIR എക്സാം. എന്നിട്ട് ഞാൻ പിന്നെ 2009 3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് എഴുതി. പ്രിപ്പയർ ചെയ്തിട്ട് 6 മാസം ഈ പറയുന്ന ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ ഞാൻ മൂവ് ചെയ്തു. എനിക്ക് കിട്ടി CSIR. ഞാൻ ക്വാളിഫൈ ചെയ്തു CSIR. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ സിസ്റ്റമാറ്റിക് ആവുന്നിടത്താണ് നമ്മളെ എക്സാമിന് സക്സസ് ഇരിക്കുന്നത്. അല്ലാതെ നമ്മളെ പഴയ എന്താ പറയുക തഴമ്പ് വെച്ചിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ക്വാളിഫൈ ചെയ്യില്ല. നാടൻ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. അതല്ല ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് എക്സാമിനകത്ത് ഒരു 120 മാർക്ക് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. 200-ൽ 120. അപ്പൊ ചിലവർക്ക് വിഷമം ഉണ്ടായിരിക്കും. ഇപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കും, അത്രയും സ്കില്ലഡ് ആയിരിക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ ബയോളജിക്കാർക്ക് ഈ മാത്തമാറ്റിക്സിനകത്ത് അത്രയും വലിയൊരു ഒരു കഴിവൊന്നും ഉണ്ടായിരിക്കില്ല എന്നേ. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷമിക്കണ്ട. 170 മാർക്ക് ഉണ്ട്. 170-ൽ 120 നമ്മൾ പറയുന്നുള്ളൂ. 170-ൽ 120 പറയുന്നുള്ളൂ. 50 മാർക്ക് പോട്ടെ, 50 മാർക്ക് പോട്ടെ. നെഗറ്റീവ് ആയിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് 50 മാർക്ക് പോട്ടെ. എന്നാലും നിങ്ങൾ 120 വാങ്ങിച്ചാൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. 170 അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ CSIRനകത്ത്. ഈ പറയുന്ന 200 മാർക്കിനകത്ത് 170 മാർക്ക് സബ്ജക്റ്റാണ് തരുന്നത്. അഥവാ പാർട്ട് ബിയും പാർട്ട് സി എന്ന് പറയുമ്പോൾ പ്യുവർലി സബ്ജക്റ്റാണ്. പാർട്ട് എ മാത്രമുള്ള മാത്തമാറ്റിക്കൽ ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ആയിട്ട്. അപ്പൊ പ്യുവർ സബ്ജക്റ്റ് ആണ് പാർട്ട് ബിയും സിയും. നിങ്ങൾ അപ്പിയർ ചെയ്താൽ മാത്രം നിങ്ങൾ CSIR ക്വാളിഫൈ ചെയ്യും. അത് മാത്രം അപ്പിയർ ചെയ്താൽ മതി, നിങ്ങൾ CSIR ക്വാളിഫൈ ചെയ്യും. മാത്സ് ഒന്നും ഇപ്പൊ നിങ്ങൾക്ക് വിഷമമാണ്, അതൊന്നും നിങ്ങൾ പഠിക്കണ്ട. അങ്ങനെയുള്ളവർക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ തന്നെ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഞാൻ തന്നെ അതിന്റെ എക്സാമ്പിൾ. മിക്കവാറും രാജേഷ് മിസ്സിനോട് മാളവിക മിസ്സിനോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംഭവം ചോദിച്ചിട്ടില്ല. അങ്ങനെ പാർട്ടിയൊക്കെ അപ്പിയർ ചെയ്തിരുന്നോ എക്സാമിന് എന്നുള്ളത്. മിക്കവാറും അവര് സ്റ്റോറി ഏതാണ്ടൊക്കെ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. പാർട്ടി ബിയും സിയും മാത്രം പഠിച്ചിട്ടായിരിക്കും CSIR ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത് അവരോട് ചോദിച്ചു നോക്കുക, അങ്ങനെ തന്നെയാണോ അല്ലേ എന്നുള്ളത്. ഞാൻ കഴിഞ്ഞപ്പോൾ അവര് രണ്ടുപേരും സംസാരിക്കും നിങ്ങളുമായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം. അപ്പൊ ഇനിയിപ്പോ പക്ഷെ നമുക്ക് I+ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടി എയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാർട്ടി ബിയും സിയും മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പാർട്ടി എയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം സ്കില്ലുള്ള ആളുകൾ എന്ത് ചെയ്യുക, അതും കൂടി ഒന്ന് പോളിഷ് ചെയ്ത് വെക്കുക. ഈ ഒരു എക്സാമിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജ് അല്ലേ, നമ്മളത് വേണ്ടാന്ന് വെക്കണ്ടല്ലോ. അങ്ങനെ ഒരു കഴിവ് നമുക്കുണ്ട്. ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമ്പിൾ നമുക്ക് അത് യൂസ്ഫുൾ ആയിട്ട് വരുന്ന കാര്യം കൂടെയാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മളെ ആസ്പിരൻസ് ആയിട്ടുള്ള നമ്മളെ കുട്ടികൾ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ പാർട്ടി എയും കൂടെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് കുറച്ചും കൂടെ വേഗത്തിലാക്കും. ഇനി അതില്ലാത്ത ആളുകൾ വിഷമിക്കേണ്ട. 170 മാർക്ക് നമുക്ക് സബ്ജക്റ്റിലാണ് ഇരിക്കുന്നത്. ഞാൻ വീണ്ടും പറയാം, 170 മാർക്ക് CSIR സബ്ജക്റ്റിലാണ് ഇരിക്കുന്നത്. അതിനകത്ത് 120 മാർക്ക് നിങ്ങൾ വാങ്ങിച്ചാൽ മതി.
100% നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കും. ഇനി നമുക്ക് മറ്റുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ പാറ്റേൺ ഒക്കെ ഇത്തിരി ഡിഫറൻസ് ഉണ്ട്. പക്ക CSIR പാറ്റേൺ അല്ല. അതൊക്കെ നമ്മൾ പതിയെ പതിയെ എന്താ പറയാ, ഇപ്പൊ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്ന CSIR കുറിച്ചാണല്ലോ. അപ്പൊ അത് ഈ CSIR കഴിഞ്ഞിട്ടാണ് മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമുകൾ പലതും വരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ഡിസ്കസ് ചെയ്യും എങ്ങനെയാണ് എക്സാം അപ്പിയർ ചെയ്യേണ്ടത്. അതിന്റെ സ്റ്റഡി സ്ട്രാറ്റജി സെയിം തന്നെയാണ്, പക്ഷെ എക്സാം അപ്പിയർ ചെയ്യേണ്ട സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇത്തിരി വ്യത്യാസമുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആ സമയത്ത് നമ്മൾ ഗൈഡ് ലൈൻ ചെയ്യും നിങ്ങളെ. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പാർട്ടായിട്ട് നിൽക്കുമ്പോൾ യു വിൽ ബി സേഫ്. നിങ്ങൾ സേഫ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നലുണ്ടായിരിക്കും നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് വീട്ടിൽ പഠിച്ചാൽ എല്ലാം ആവും എന്നുള്ളത്. വിച്ച് മീൻസ് നിങ്ങൾ സെൽഫ് സ്റ്റഡി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഒരു കോച്ചിങ്ങിനും പോവാതെ, ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഒരു കോച്ചിങ്ങിനും പോവാതെ നമ്മൾ ഒറ്റയ്ക്ക് നേടിയെടുക്കാം എന്നുള്ള എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അതൊരു മിസ്കോൺസെപ്റ്റ് ആണ്. അത് എന്താ പറയാ, എളുപ്പമല്ല. അത് സാധിക്കൂല. ചിലപ്പോൾ സാധിക്കാം. നിങ്ങൾക്ക് ഒരു 10 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം കിട്ടുക. അങ്ങനെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പ്രൈം ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് കിട്ടണം. അഥവാ നിങ്ങളൊരു 30 വയസ്സിന് മുന്നേ ആയിരുന്നു നിങ്ങൾ PhD ഒക്കെ കംപ്ലീറ്റ് ആയി പോകണം, നിങ്ങൾ MSc ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കാം. പിന്നെ കുറച്ച് പേര് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ കമന്റ് ബോക്സ് ഓരോന്നായിട്ട് നോക്കുന്നുണ്ട്, റിപ്ലൈ തരാം കേട്ടോ. നിങ്ങളെ കമന്റ്സ് അവിടെ ഇട്ട് വെച്ചോ, നോ പ്രോബ്ലം. പിന്നെ സാറ് സെഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൈക്ക് ഓൺ ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്യാനായിട്ടുള്ള ഇതില്ല, പെർമിഷൻ അവിടെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് അറിയാം. അപ്പൊ അത് സാറ് ഓൺ ആക്കി തരും. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് സംശയങ്ങൾ ചോദിക്കാം. പിന്നെ ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എനിക്കറിയില്ല. അത് ബാക്കിയുള്ള കാര്യങ്ങൾ രാജലക്ഷ്മി മിസ്സും മാളവിക മിസ്സും നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ രാജലക്ഷ്മി മിസ്സിന് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാണ്. മിസ് ഇനിയിപ്പോൾ അവരായിട്ട് സംസാരിക്കും, മിസ്സിന്റെ എക്സ്പീരിയൻസും ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സാറിപ്പോ ഇതിനെ പറ്റി നമ്മുടെ എക്സാമിനെ പറ്റിയിട്ടും എക്സാമിന്റെ രീതിയെ പറ്റിയിട്ടും പല എക്സാമുകളെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോ പറയാനുള്ളത്, ഇപ്പൊ പല ആൾക്കാരുടെ മൈൻഡിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്നെ കൊണ്ട് ഇത് പറ്റുമോ, എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവരുടെയും മൈൻഡിൽ വരുന്നതാണ്. അതിനൊരു വലിയൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ മുന്നിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം ഞാൻ നെറ്റ് എക്സാം എന്താണെന്നോ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. എന്ന് വെച്ചാൽ PG ഒക്കെ പഠിക്കുമ്പോൾ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നില്ല, ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. ഡിഗ്രി PG ഒക്കെ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. സാറ് പറഞ്ഞതുപോലെ PG 2014 കഴിഞ്ഞെങ്കിലും ഞാൻ പിന്നെ നെറ്റ് പഠിച്ചെടുക്കുന്നത് 2016 എക്സാമിന് വേണ്ടിയാണ് പഠിച്ചെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഗ്യാപ്പ് കൂടെ ഉണ്ട്. അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാല് എപ്പോഴും എല്ലാവർക്കും ഉള്ള ഇതാണ്, ഇത്രയും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ, നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന എല്ലാവർക്കും പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. ഇതില് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് ചെയ്യണ്ട എന്നല്ല പറയുന്നത്, സ്മാർട്ട് വർക്ക് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതലായിട്ട് സ്മാർട്ട് വർക്ക് ആയിരിക്കും കൂടുതലായിട്ടും നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കൂടുതലായിട്ട് അങ്ങനെ ആയിരിക്കും. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ ഒരാൾ വിചാരിക്കും എനിക്ക് കോച്ചിങ് ഒന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുകയാണ്, പഠിച്ചെനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്ന് ചിലപ്പോൾ നമ്മളുടെ ആ കഴിവിൽ നമുക്ക് എന്താണ് അംഗീകാരം കാണാം, നമുക്ക് എനിക്കൊരു കഴിവുണ്ടെന്നൊരു ഇത് കാണാം. പക്ഷേ ഒരു കോച്ചിങ്ങിന് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഏതൊക്കെ ഏരിയ ആണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, അല്ലെ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നത്, അങ്ങനെ ഒരു കാര്യം നമ്മൾ ഒരു കോച്ചിങ്ങിലൂടെ നമുക്ക് കിട്ടുക. അപ്പൊ അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, ഈസി ആയിട്ട്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വർഷങ്ങൾ എടുക്കുന്ന സമയത്ത് സാറ് പറഞ്ഞ പോലെ 6 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റും നെറ്റ് JRF ഒക്കെ. അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളിപ്പം ഒരു ടെക്സ്റ്റ്, ഇപ്പൊ സാറ് 4 നോതേഴ്സിന്റെ കുറെ ടെക്സ്റ്റിന്റെ പേരൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ എന്ന് പറയുമ്പം 1000-2000 ഒക്കെ പേജസ് ഉള്ള ഒരു ടെക്സ്റ്റാ. നമുക്കിപ്പോ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിവ് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഇരുന്ന് വായിച്ച് അത് പഠിച്ച് ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ നമ്മളുടെ മുന്നിലുള്ള ഉദ്ദേശം അതല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു JRF ക്വാളിഫൈ ചെയ്യുക, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ജോയിൻ ചെയ്യുക, അല്ലെ റിസർച്ച് ചെയ്യുക, അല്ലെ കോളേജിൽ കയറുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ട, ഹാർഡ് വർക്ക് വേണം, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ സ്മാർട്ട് വർക്ക് കൂടി വേണം. ഒരു 6 മാസം കൊണ്ട് പെട്ടെന്ന് നമുക്കൊരു 2 വർഷം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന ഒരു എക്സാം ക്വാളിഫൈ ചെയ്യേണ്ട 6 മാസം കൊണ്ട് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതല്ലേ, എല്ലാ രീതിയിലും നല്ലതല്ലേ. അപ്പം അതാണ് പറയുന്നത്. അതിനാണ് മെയിൻ ആയിട്ടും ഈ കോച്ചിങ് എന്ന ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പൊ നമ്മുടെ ഈ ഫാക്കൽറ്റീസ് ഒക്കെ ആണെങ്കിൽ തന്നെ അവർക്കൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. അപ്പം അവർക്ക് ഇപ്പൊ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവർ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നതിൽ പോലും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മെയിൻ ആയിട്ടും ഈ കോച്ചിങ് എന്നുള്ളൊരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അത് തന്നെയാണ്.
പിന്നെ ഇപ്പം സിലബസിന്റെ കാര്യം പറഞ്ഞു സാറ്. സിലബസ് ഇപ്പൊ നെറ്റിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരു നെറ്റിന് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ പഠിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട്. അത് മാത്രമല്ല നമ്മൾ പല സ്ട്രീമിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അല്ലെ. നമ്മളിപ്പം ഡിഫാം പോലുള്ള ആൾക്കാർക്ക് വരെ എഴുതിയെടുക്കാൻ പറ്റും. ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി, ബയോടെക്നോളജി എന്നൊക്കെ പല, സുവോളജി, ബോട്ടണി എന്നൊക്കെ പല സ്ട്രീമിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഇവർക്കെല്ലാം എന്ത് ചെയ്യണം, ഇത് ക്വാളിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനിപ്പോ ബോട്ടണി ഏരിയയിൽ നിന്നുള്ള, ബോട്ടണിയാണ് എന്റെ മെയിൻ സബ്ജക്ട്. ഞാനിപ്പോ എക്സാം എഴുതാൻ പോകണമെങ്കിൽ ഞാൻ സുവോളജിയും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളിപ്പോ ഒരു PG സിലബസ് ആണെന്ന് പറഞ്ഞു. ഞാൻ എന്റെ ബോട്ടണി PG 2 വർഷം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാനിപ്പോ ഈ സുവോളജിക്കകത്തുള്ള കാര്യങ്ങളും പഠിക്കണം. എങ്ങനെ പഠിച്ചു തീർക്കും? 2 വർഷം കൊണ്ട് PG തീർത്താൽ ഞാൻ എങ്ങനെ സുവോളജിയും കൂടെ പഠിച്ചെടുക്കാൻ പറ്റും? അതൊരു ലോജിക്കായിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പൊ അപ്പോഴാണ് നമുക്ക് ഒരു കോച്ചിങ് സെന്ററിൽ ചെന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ I+ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഏതൊക്കെ ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്യാമെന്ന് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നമുക്കിങ്ങനെ വാസ്റ്റ് ആയിട്ട് ഇങ്ങനെ മൊത്തം പഠിച്ചു പോകാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ വേഗത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. കൂടാതെ നമ്മള് ക്വസ്റ്റ്യൻസ്, പിന്നെ സാറ് പറഞ്ഞ് എക്സാം അടുത്ത് വരുന്ന സമയം ഡിസംബർ ആകുമ്പോൾ നമ്മുടെ എക്സാമിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ മോക്ക് ടെക്സ്റ്റുകൾ എക്സാം നടത്തും. ഓക്കെ, സീരീസ് ആയിട്ടുള്ള എക്സാമുകൾ വരെ I+ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മന്ത്ലി എക്സാം നടത്തും, അതിനുശേഷം സീരീസ് ആയിട്ടുള്ള എക്സാമും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഏകദേശം നമുക്ക് എന്ത് ചെയ്യും, ക്വാളിഫൈ ചെയ്യാനുള്ള എല്ലാ വഴികളും I+ നമുക്ക് തുറന്നു തരും. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സാം പോയി ഇരുന്ന് എഴുതിയാൽ മതി എന്നൊരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ കൂടുതലായിട്ടും PG ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കാണാം, PG കഴിഞ്ഞിട്ടുള്ളവർ കാണാം. ഇനി എന്തെന്നൊരു ക്വസ്റ്റ്യൻ വരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. PG ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പഠിച്ചുകൊണ്ട് പോകുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ കുറച്ച് സമയം ഇതിനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PG കഴിയുമ്പോഴത്തേക്കിനും നിങ്ങളുടെ കയ്യിൽ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ കാണും. അതല്ല, ഇപ്പൊ PG കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഒരു 6 months നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം, നിങ്ങൾക്കാണ് കൂടുതൽ സമയം, കാരണം നിങ്ങൾ ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ ഒരു 6 മാസം നിങ്ങൾ ഇതിനായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കും ഇതെന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. സാർ അതിന്റെ ഫെലോഷിപ്പിന്റെ കാര്യം പറഞ്ഞു. ഞാനും ആ ഫെലോഷിപ്പ് ഒക്കെ വാങ്ങിച്ച് PhD ചെയ്തു വന്ന ഒരാളാണ്. പക്ഷെ PhD ചെയ്ത സമയത്ത് ഞാനൊരു സത്യാവസ്ഥ പറയുകയാണെങ്കിൽ, ഞാൻ മന്ത്ലി 50,000 വെച്ചിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എനിക്ക് 6 വർഷത്തേക്കിന് എന്റെ PhD മൊത്തം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആകെ ചെലവായിട്ടുള്ള ഒരു 2-3 ലക്ഷം രൂപ, മാക്സിമം ആണ് 2-3 ലക്ഷം രൂപയാണ് ചെലവായിട്ടുള്ളത്. പക്ഷെ ഞാൻ വാങ്ങിയിട്ടുള്ളത് അത്രയൊന്നും അല്ല. അപ്പൊ അതെനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ്. നമ്മൾ പലരും പല ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അതൊരു വലിയൊരു ആശ്വാസമായിരുന്നു എനിക്കെന്ന് പറയും. അപ്പൊ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് PSC പോലുള്ള എക്സാം എഴുതി നമ്മൾ ജോയിൻ ചെയ്താൽ തന്നെ എനിക്ക് തോന്നുന്നില്ല ആദ്യം തന്നെ നമുക്ക് ഒരു ഇത്ര എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോ ഒത്തിരി അതിന് വേണ്ടിയിട്ട് PSC എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് I+ നിങ്ങൾക്ക് എന്തായാലും സപ്പോർട്ടീവ് ആയിട്ടുണ്ടാവും തോന്നുന്നു. ഇനിയിപ്പം മാളവിക മിസ്സിനൂടെ പറയാൻ കാണും, ടീച്ചർ സംസാരിക്കട്ടെ. ഹലോ എവരിവൺ. ഓക്കെ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഞാന് 2024 ഡിസംബറിലാണ് JRF എടുത്തത്. എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 10 ഉണ്ടായിരുന്നു ആ സമയത്ത്. നല്ല മാർക്കോടെ 146 മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഒരു 6 months പഠിച്ചതേ ഉള്ളൂ. ആ ഒരു 6 months തന്നെ നമുക്ക് ഈസി ആയിട്ട് എഴുതാവുന്ന എക്സാം ആണ്. ബേസിക്കലി കൺസിസ്റ്റൻസിയാണ് ഇവിടെ കീ എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ്. സോ നമുക്ക് ഈ ഒരു എക്സാമിന്റെ മെയിൻ പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്ര ഓപ്ഷൻസ് ഉള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്ത് നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഈ ഒരു എക്സാമിൽ നിന്ന് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് എ അത്രയും സ്ട്രെസ് അടിക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. അത് അതിനകത്ത് നമുക്ക് മാത്സ് അല്ലാണ്ട് ഈ ഒരു പാറ്റേൺ റെക്കഗ്നിഷൻ, ഗ്രാഫ്, അങ്ങനത്തെ കുറച്ച് ബേസിക് സയൻസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. സോ അതൊക്കെ നമുക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും. സോ ഒത്തിരി പാർട്ടിനെ കുറിച്ച് മാത്സിനെ കുറിച്ച് സ്ട്രെസ് അടിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. അങ്ങനെ ഇത്ര ഓപ്ഷൻസ് ഉള്ള ഇങ്ങനെ ഒരു നല്ലൊരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു എക്സാം ആണ്. നമുക്ക് ഒരുമിച്ച് പഠിച്ചാൽ നല്ലോണം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്സാം ആണ്. സോ ഓൾ ദി ബെസ്റ്റ്.
കുറച്ച് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു മിസ്സേ. ഫോട്ടോസിന്തസിസ് വെച്ചിട്ട് പറഞ്ഞത് ഹന സലീമാണ് പറയുന്നത്. ഫോട്ടോസിന്തസിസ് വെച്ചിട്ട് പറഞ്ഞത് ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ സാറേ, അത് മിസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഹന, സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞത് CSIR ചോദിക്കുന്നതിന്റെ സ്പെസിഫിസിറ്റിയാണ് നമ്മൾ സൂചിപ്പിച്ചത്. എത്രത്തോളം സ്പെസിഫിക് ആയിട്ടാണ് CSIR നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോസിന്തസിസ് നമ്മൾ പഠിക്കുന്നുണ്ട് എല്ലാവരും. എനിക്ക് തോന്നുന്നു സോളജിക്കാരും പഠിക്കുന്നുണ്ട്. പ്ലാന്റ് ഫിസിയോളജി ഉണ്ടല്ലോ, സോളജിക്കാർക്ക് ഇല്ലേ മിസ്സേ? ഞാൻ സോളജി അല്ലേ, ഞാൻ ബയോടെക് പഠിച്ചത്. എനിക്ക് അതിൽ MSc ഉണ്ടായിരുന്നോ ഇല്ല എനിക്കറിയില്ല. ഇല്ല, പ്ലാന്റ് ഫിസിയോളജി ഇല്ല അല്ലെ, സുവോളജിക്കാർക്കില്ല. ഓക്കെ. അപ്പോ എന്നിരുന്നാലും നമുക്ക് ഒട്ടും അത് അറിയാത്ത കാര്യമല്ല. ഇനിയിപ്പോ ഒരു ബോട്ടണിക്കാരൻ എന്ന് കരുതിക്കോ. അപ്പൊ ബോട്ടണിക്കാരാണെങ്കിൽ ഇപ്പൊ ഫോട്ടോസിന്തസിന്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു ഫോട്ടോസിസ്റ്റം 2 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അവിടെ ഇൻവോൾവഡ് ആണല്ലോ ഫോട്ടോസിന്തസിസിനകത്ത്. അപ്പോൾ ഈ ഫോട്ടോസിസ്റ്റം 2 എന്ന് പറയുന്നത് ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ഫോട്ടോസിസ്റ്റം 2വിനകത്ത് അസസറി പിഗ്മെന്റുകൾ കാണാനായിട്ട് സാധിക്കും. അസസറി പിഗ്മെന്റ്സ് എന്ന് പറയുമ്പോൾ കരോട്ടിനോയിഡും ക്ലോറോഫിൽ ബിയും ആണ് അസസറി പിഗ്മെന്റുകൾ. ഇത് അസസറി പിഗ്മെന്റ് ആയിട്ടുള്ള കരോട്ടിനോയിഡ് ആദ്യം സൺലൈറ്റിനെ റിസീവ് ചെയ്യുന്നു. സൺലൈറ്റിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. സൺലൈറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോറോഫിൽ ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ എനർജീനെ എന്ത് ചെയ്യുന്നു? ആ ലൈറ്റിൽ നിന്ന് കിട്ടുന്ന എനർജി ഉണ്ടല്ലോ കരോട്ടിനോയിഡ് റിസീവ് ചെയ്തിട്ടുള്ളത്, ആ ലൈറ്റ് എനർജീനെ ക്ലോറോഫിൽ ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നീട് ക്ലോറോഫിൽ ബി അത് അസസറി പിഗ്മെന്റ് ആയിട്ടുള്ള ക്ലോറോഫിൽ എയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ആ എനർജീനെ. അപ്പോ അങ്ങനെ ക്ലോറോഫിൽ എ ആ എനർജി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇലക്ട്രോണ് ഫിയോഫൈറ്റിനിലേക്ക് പോകും. ഫിയോഫൈറ്റിൻ ഈസ് ദ പാർട്ട് ഓഫ് ഫോട്ടോസിസ്റ്റം 2. ഫോട്ടോസിസ്റ്റം 2വിന്റെ ഭാഗം തന്നെയാണ് ഫിയോഫൈറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിയോഫൈറ്റിനിലേക്ക് 2 ഇലക്ട്രോൺ കിട്ടി. പിന്നെ അവിടെ ഒരു സീരീസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്. അത് ആ ടോപ്പിക്ക് നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മളത് പറയേണ്ടത്. അപ്പൊ ഇവിടെ നോക്ക്, ക്ലോറോഫിൽ എക്ക് 2 ഇലക്ട്രോൺ ലോസ് ആയിട്ടുണ്ട്. അപ്പൊ ആ 2 ഇലക്ട്രോണിനെ കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പൊ 2 ഇലക്ട്രോൺ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസിസ്റ്റം 2വിന്റെ പാർട്ടായിട്ട് ഒരു D1 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ഈ D1 പ്രോട്ടീനിൽ ടൈറോസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് റെസിഡ്യൂ ഉണ്ട്. ഈ ടൈറോസിൻ അമിനോ ആസിഡ് റെസിഡ്യൂവിൽ നിന്നാണ് 2 ഇലക്ട്രോണിനെ ആരെടുക്കുന്നത്? ക്ലോറോഫിൽ എ എടുക്കുന്നത്, കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പൊ നമ്മളോട് CSIR ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പ്ലാന്റ് ഒക്കെ അല്ലെങ്കിൽ ബോട്ടണി, പ്ലാന്റ് സയൻസോ ബോട്ടണിയോ പഠിച്ച ആൾക്കാർക്ക് എന്റെ അഭിപ്രായത്തിൽ ഇതിനകത്ത് ആ D1 പ്രോട്ടീന്റെ കേസ് പറയുന്നത് വരെ ഓക്കെ ആയിരിക്കും, അതൊക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ ടൈറോസിന്റെ കേസിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഓൾമോസ്റ്റ് പല ആളുകൾക്കും അത് അറിയാൻ സാധ്യതയില്ല എന്നുള്ള കാര്യമാണ്. അപ്പൊ നമ്മളോട് CSIR ചോദിക്കുന്നത് ഇത്രത്തോളം സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ MScക്ക് പഠിക്കാത്ത കാര്യങ്ങൾ പുതിയതൊന്നും ഇവിടെ പഠിക്കുന്നൊന്നുമില്ല. നമ്മൾ CSIRന്റെ സിലബസ് വാസ്റ്റ് ആണെന്ന് പറയുമ്പോഴും നിങ്ങൾ MScക്ക് പഠിക്കാത്ത ഒരു ടോപ്പിക്ക് പോലും നമ്മൾ എക്സ്ട്രാ പഠിക്കുന്നില്ല. അതൊക്കെ തന്നെ പഠിക്കുന്നുള്ളൂ. അത് പഠിക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രത്തോളം സ്പെസിഫിക് ആയിട്ട് പഠിക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൈട്രജൻ മെറ്റബോളിസത്തിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. നാച്ചുറൽ പ്രോസസ്സിൽ അറിയാലോ, നമുക്ക് ഏറ്റവും കൂടുതൽ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ വഴിയാണ്. 90% ആണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതും CSIR ചോദിക്കാറുണ്ട്. എളുപ്പമുള്ളതും ചോദിക്കുന്നുണ്ട്, വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ ബുദ്ധിമുട്ടേറിയതും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ രണ്ടിനെയും നമ്മൾ എഫക്റ്റീവ് ആയിട്ട് ഡീൽ ചെയ്യാൻ പഠിച്ചാൽ മാത്രമാണ് എക്സാം ക്വാളിഫൈ ചെയ്യൂ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് എല്ലാം എളുപ്പമായിരിക്കില്ലല്ലോ, അവിടെ ബുദ്ധിമുട്ടുള്ളതും ഉണ്ടല്ലോ. അപ്പൊ അത് ഡീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കോച്ചിങ് പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മാത്രമേ അത് പറ്റുള്ളൂ. ഒറ്റയ്ക്കിരുന്ന് ഇത് ആവൂല. അപ്പൊ അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. നേരത്തെ രാജലക്ഷ്മി മിസ് പറഞ്ഞ പോലെ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാ ഓതേഴ്സിന്റെയും ബുക്കൊക്കെ വായിച്ചിട്ട് നിങ്ങളത് ക്വാളിഫൈ ചെയ്യാൻ വരുമ്പോഴേക്കും 10 വർഷമോ 15 വർഷമൊക്കെ കഴിയും. അങ്ങനെ കിട്ടിയിട്ട് കാര്യമുണ്ടോ? പിന്നെ 40-ാമത്തെ വയസ്സിലോ 45-ാമത്തെ വയസ്സിലോ ഇത് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ആ സമയത്ത് നെറ്റ് എഴുതാം. നമുക്ക് നെറ്റ് എഴുതാം. അങ്ങനെയല്ലല്ലോ, എക്സാം നമുക്ക് 70-ാമത്തെ വയസ്സിലും CSIR നെറ്റ് എഴുതാം. ഒരു തരത്തിൽ ഏജ് ലിമിറ്റിന്റെ വിഷയങ്ങളും നെറ്റിനില്ല. JRFന് അപ്ലൈ ചെയ്യാൻ മാത്രമാണ് ഈ പറയുന്ന ഏജിന്റെ ഒരു വിഷയമുള്ളൂ. പിന്നെ പെർസെന്റേജിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. 50% ഈ കാറ്റഗറി വൈസിൽ വരുന്നവർക്ക് വേണ്ടത്. ജനറലുകാർക്ക് 55% MSc കഴിഞ്ഞവർക്ക്. ഇനി 4 ഇയേഴ്സിന്റെ ഡിഗ്രി എടുത്ത ആളുകൾക്ക് വേണ്ടത് അവിടെ 75% വേണ്ടത്. അവിടെ റിലാക്സേഷൻ ഉണ്ട് കാറ്റഗറി ഉള്ള ആളുകൾക്ക്.
OBC-കാർക്കും SC/ST-കാർക്ക് PWD-കാർക്കൊക്കെ 70% മാർക്ക് മതി. 75% ജനറലുകാർക്കാണ്. അത് 4 years ഡിഗ്രി അഥവാ BSMS കഴിഞ്ഞ് വരുന്നവർക്കുള്ള കാര്യമാണ്. അപ്പോൾ ആ കാറ്റഗറിയിലൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ എക്സാം PG കഴിയാത്തവർക്ക് എക്സാം ലാസ്റ്റ് ഇയറിൽ എഴുതാനായിട്ട് പറ്റും. MSc ലാസ്റ്റ് ഇയർ ചെയ്യുന്ന ആളുകൾക്ക് ലാസ്റ്റ് ഇയറിലെ എക്സാം എഴുതാം. നമുക്ക് അത് ഉറപ്പ് വരുത്താം. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാം എഴുതാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന അടുത്ത ഡിസംബർ എക്സാം സെക്കൻഡ് ഇയറിൽ ഉൾപ്പെടും എന്നുള്ളത് നോക്കണം. നിങ്ങൾ സെമസ്റ്ററിന്റെ ഒക്കെ ആ ഒരു ബ്രേക്കും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് നോക്കണം. ഇനി നേരത്തെ പ്രിപ്പയർ ചെയ്തെന്ന് വെച്ചാൽ അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് എക്സാം ആ സമയത്ത് എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ 4 year ഡിഗ്രി എടുക്കുന്നവർക്ക് അവസാനത്തെ വർഷമാണ് ലാസ്റ്റ് ഇയറിൽ 4th ഇയറിലാണ് നിങ്ങൾക്ക് CCR എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ HOD-ന്റെ ആ ഒരു ലെറ്റർ മതിയാവും എക്സാമിന് അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട്. അത് അതിനൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് പറയാം. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അയാൾക്ക് എൻ്റെ ബാച്ച്മേറ്റ് തന്നെ ആയിരുന്നു പഠിക്കുന്ന സമയത്ത് CSR പ്രിപ്പയർ ചെയ്യുമ്പോൾ. ആൾക്ക് 2 സബ്ജക്റ്റ് പേപ്പർ ബാക്ക് ഉണ്ടായിരുന്നു. അവന്റെ ഒരു സെക്കൻഡ് സെമസ്റ്ററിലായിരുന്നു 2 പേപ്പർ ബാക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് ആ 2 പേപ്പർ ബാക്ക് CSR പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ആ 2 പേപ്പർ ബാക്ക് എഴുതിയെടുത്തതും എന്നിട്ട് ഇത് ക്വാളിഫൈ ചെയ്യുന്നതും. ആ ബാച്ചിൽ തന്നെ ക്വാളിഫൈ ചെയ്തു, PhD ചെയ്യുന്നുണ്ട്. അപ്പോൾ പേപ്പർ ബാക്കുള്ള ആൾക്കാർക്ക് വരെ ഇതല്ല ഒരു ബുദ്ധിമുട്ടോ പ്രയാസമുള്ള എക്സാം അല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ അത് ഇപ്പൊ നിങ്ങളെ സുഹൃത്തുക്കൾ ഉണ്ടെന്ന് വെച്ചോ, ഇപ്പൊ പേപ്പർ ബാക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെർസെന്റേജ് വളരെ കുറഞ്ഞിരിക്കുന്നുണ്ട്. അത് കാരണമൊക്കെ ഈ ഒരു CSR എക്സാമിലേക്കോ മറ്റ് എക്സാമിലേക്കോ കോമ്പറ്റേറ്റീവ് എക്സാമിലെ ഫോക്കസ് ചെയ്യാൻ മടി കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇൻഫർമേഷൻ അവരോടും കൂടെ പറയാം. കാരണം ഇത് നിങ്ങൾ മാത്രം കേട്ടാൽ പോരാ, അവർക്കും കൂടെ ഇത് നിങ്ങൾ സുഹൃത്തിനെ ഒരു ഹെൽപ്പ് ചെയ്യല്ലേ നിങ്ങൾ. അത് കാരണം അയാൾ ലൈഫ് ഒരു ടേണിങ് വരികയാണെങ്കിലോ. കുറെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് പലരും ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമുകളിലേക്ക് ഇൻവോൾവ് ചെയ്യാത്തത്. അപ്പോൾ ഈ ഇൻഫർമേഷനോട് പാസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊന്നും ഇതിന് ബാരിയർ അല്ല. ഇതിൽ നിന്നുകൊണ്ട് അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് ആ കാര്യം ഓർക്കുക. പിന്നെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സീരീസ് ഓഫ് എക്സാംസ് ഉണ്ടായിരിക്കും. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ കളരി പയറ്റാനും കൂടെ പഠിക്കണം, എന്നിട്ടേ നിങ്ങൾ പറഞ്ഞു വെക്കുള്ളൂ. അപ്പൊ അത് ആ കാര്യം നിങ്ങൾ ഓർക്കുക. ഇതൊക്കെ ഇത്രയും വെൽ സപ്പോർട്ടഡ് ആയിരിക്കും. പിന്നെ നമ്മൾ അറിയാലോ, നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആണ് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും നമ്മളുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത്. നമ്മളെല്ലാം വരെ യങ് ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെ എന്താ പറയാ ഫ്രാങ്ക് ആണ്. നിങ്ങൾ എപ്പോ ഏത് സമയത്ത് ഡൗട്ട് ചോദിച്ചാലും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെയൊക്കെ നമ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും, ഫോൺ നമ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ആ സംശയം നിങ്ങൾക്ക് സംശയം തീരുന്നത് വരെ നമ്മൾ പറഞ്ഞു തരും. എത്രത്തോളം ക്ലാരിറ്റിയിൽ ആ കാര്യത്തെ പറയണോ അത്രത്തോളം ക്ലാരിറ്റിയിൽ പറഞ്ഞു തരും. അപ്പൊ നമ്മൾ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യില്ല ചെയ്യാം. പറഞ്ഞത് റിപ്പീറ്റ് ചെയ്താൽ ഒന്ന് മനസ്സിലാവുന്നുണ്ടോ നോക്കും. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഒരു തവണ കേട്ടാൽ ഒരു കാര്യം മനസ്സിലായിട്ടില്ല, അപ്പൊ ഒന്നും കൂടെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയും. പക്ഷെ എന്നിട്ട് മനസ്സിലാവില്ല തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടെ അത് ഡീപ്പായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ എല്ലാ ടോപ്പിക്കും തുടങ്ങുന്നത് അതിന്റെ ബേസ് തൊട്ടാ തുടങ്ങുന്നത്, ഏറ്റവും ബേസ് തൊട്ടാ. ഇപ്പൊ നമ്മൾ മോളിക്കുലാർ തുടങ്ങുന്നത് DNA ബേസിക്സും തന്നെയാണ്. ന്യൂക്ലിയോടൈഡുകൾ ഡിസ്കസ് ചെയ്തിട്ട് തന്നെ തുടങ്ങുന്നത്, അത്രയും ബേസിൽ നമ്മൾ തുടങ്ങുന്നത്. ബയോകെമിസ്ട്രി ആണെങ്കിൽ നമ്മൾ മോളിക്കുലാർ ഇന്ററാക്ഷൻ പറഞ്ഞിട്ടാണ്. മോളിക്കുലാർ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ കോവാലന്റ് ബോണ്ടും നോൺ കോവാലന്റ് ബോണ്ടും പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മൾ അമിനോ ആസിഡുകളിലേക്ക് വരും, അത് കഴിഞ്ഞ് പ്രോട്ടീനിലേക്ക് വരും. അത്രത്തോളം ബേസ് നമ്മൾ തുടങ്ങുക. അപ്പൊ ഒരു ബേസ് ഇല്ല, എനിക്ക് ബേസ് ഇല്ലാത്ത ആളാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, അങ്ങനെയൊന്നും ഒരു മനസ്സ് നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ക്ലാസ് ഏറ്റവും ബേസ് നമ്മൾ തുടങ്ങിയിട്ടാണ് എന്ത് ചെയ്യുള്ളൂ, ഈ കോഴ്സിനെ കൊണ്ടുപോകുള്ളൂ. അഥവാ നമുക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലോട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അത് മൊത്തം പൊളിഞ്ഞു വീഴും. അത് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വളരെയധികം ബോധ്യമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ എന്താ പറയാ സബ്ജക്റ്റിനകത്തും പ്രോപ്പർ ആയിട്ട് അതിന്റെ ബേസ് നൽകിയിട്ട് മാത്രമേ അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ പോവുള്ളൂ. അപ്പൊ നിങ്ങൾ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട. അതുകൊണ്ടൊക്കെ ഈ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ എത്ര മാർക്ക് കുറഞ്ഞ ആളുകളാണെങ്കിലും എത്ര ഹൈ ആയിട്ടുള്ള മാർക്ക് ഉള്ളവരാണെങ്കിലും നിങ്ങൾ വരിക, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക, ഡെഫിനറ്റ്ലി യു വിൽ ക്വാളിഫൈ. അത് തന്നെ എനിക്ക് ആദ്യമായിട്ടും ഇനി അവസാനമായിട്ടൊക്കെ പറയാനുള്ളൂ. പിന്നെ വേറെ ആരൊക്കെയോ അതൊക്കെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു അടുത്ത സംശയമായിരുന്നു, സാർ ഇപ്പോൾ CSR നെറ്റും DBTയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച് ഒന്ന് പറയോ? അത് നമ്മൾ പറഞ്ഞല്ലോ ഹസന,
ഹസ്നയാണ് ചോദിച്ചിട്ടുള്ളത്. ഹസ്ന നമ്മൾ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ എക്സാം കുറച്ചും കൂടി എളുപ്പമാവുക ചെയ്യാം. എക്സാം ടഫ് ആവില്ല ചെയ്യുക കേട്ടോ. എക്സാം കുറച്ചും കൂടി എന്ത് ചെയ്യും, നമുക്ക് ഈസി ആക്കി തരും. കാരണം DBTയുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനി CSIR കുറെ അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ആ രീതിയിലേക്ക് പോകും. CSIR വലിയ ലോങ് ക്വസ്റ്റ്യൻസ് പാർട്ട് സിയിൽ മാത്രമേ ഉള്ളൂ, പാർട്ട് ബിയിലൊന്നും ഇല്ല, പാർട്ട് എയിലും ഇല്ല. അപ്പോൾ ഇനി CSIR സി പാർട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം. അതൊരു അഡ്വാൻറ്റേജ് ആണ് DBT ഇതിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ എക്സാമിന് ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ സ്ട്രെസ് അടിക്കുക ടെൻഷൻ അടിക്കുക ചെയ്യാതിരുന്നാൽ മതി. പക്ഷെ നമ്മൾ സ്ട്രെസ് അടിക്കുകയും ടെൻഷൻ അടിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ ഏറ്റവും നല്ല കംഫർട്ടായിട്ട് മാത്രമേ നമ്മൾ പഠിപ്പിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. കുറേ അധികം കണ്ടന്റ് നിങ്ങളെ കയ്യിലേക്ക് വരുമ്പോൾ ആ എക്സാമിനെ ഏത് രീതിയിലും ഞാൻ ഡീൽ ചെയ്യുന്നുള്ള ഒരു ഇത് മനസ്സിൽ നമുക്ക് സ്വാഭാവികമായിട്ട് വരും. അതങ്ങനെയാണ് അത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് കമ്പൈൻ ആകുമ്പോൾ നമുക്ക് അത് അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അടുത്തത് സഫിയ ചോദിച്ച ഡൗട്ടാണ്, ബിടെക് ബയോടെക്നോളജി കംപ്ലീറ്റ് ആക്കിയവർക്ക് ദിസ് എക്സാം എങ്ങനെയാണ് യൂസ്ഫുൾ ആകുക? ബിടെക് ബയോടെക് പഠിച്ചവർക്കും പറ്റും, യൂസ്ഫുൾ ആക്കാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾ പഠിക്കാത്ത ടോപ്പിക്കുകളൊന്നും ഇതിനകത്ത് ഉണ്ടായിരിക്കില്ല. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഒന്ന് ബയോകെമിസ്ട്രി ആണ്, പിന്നെ മോളിക്കുലാർ ബയോളജിയാണ്, അതുപോലെ തന്നെ എക്കോളജി ഫോക്കസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എക്കോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യത ഇല്ലാത്തൊരു സാധനം ബിടെക് ബയോടെക്നോളജിക്കാർ. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്കോളജി ഒരു ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. വളരെ ലൈറ്റ് ആയിട്ട് നമ്മൾ ഒരു എന്താ പറയാ ഉച്ചയൊക്കെ കഴിഞ്ഞ് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഒരു സിനിമ കാണാൻ ഇരിക്കൂലേ, അതേപോലെയുള്ള എക്കോളജി ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ എക്കോളജിക്കൽ കോൺസെപ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കേട്ടിരിക്കാനേ ഉള്ളൂ. ഒരുപാട് നമ്മളെ സ്ട്രെസ് ചെയ്യുന്ന തരത്തിലുള്ള ഫാക്ടറുകളൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല. ഏറ്റവും നല്ല എളുപ്പമുള്ള ക്ലാസ് ആണ് എക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ബിടെക് ബയോടെക് കഴിഞ്ഞ ആളുകൾക്ക് എക്കോളജി ആയിരിക്കും എന്താ പറയാ ഒരു പഠിക്കാത്തൊരു സാധനം. അത് ഒരു എളുപ്പമുള്ളൊരു സംഗതിയാണ് അവിടെ. അപ്പൊ അതിൽ ബുദ്ധിമുട്ടേണ്ടതില്ല. പിന്നീട് നമുക്കൊരു എന്താ പറയാ ജെനറ്റിക്സ് ആണ് ഒരു മേജർ സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ബിടെക് ബയോടെക്കാർക്ക് ഉള്ള സബ്ജക്റ്റിനാവാൻ സാധ്യതയുണ്ട്. ഞാൻ പറയാണ്, ഞാൻ ബയോടെക് ആണ് ചെയ്തത്, പക്ഷെ അത് BSc MSc ചെയ്തത്. നമുക്കൊക്കെ അതിന്റെ പാർട്ടായിട്ട് ജെനറ്റിക്സ് ഉണ്ടായിരുന്നു. ബിടെക്കുകാരുടെ കാര്യം എനിക്ക് തോന്നുന്നു ജെനറ്റിക്സ് ഉണ്ടാവും തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പോൾ ജെനറ്റിക്സ് ഉണ്ടെങ്കിലും പേടിക്കാനില്ല. തിയറിയുടെ ഭാരം ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആണ് ജെനറ്റിക്സ്. ജെനറ്റിക്സിനകത്ത് നമുക്ക് കൂടുതലും പ്രോബ്ലംസ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോക്കസിങ് സബ്ജക്റ്റ് ആണ് ഡെവലപ്മെന്റൽ ബയോളജി. ഡെവലപ്മെന്റൽ ബയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഓർഗാനിസം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു അതും എന്താ പറയാ വളരെ ഈസി ആയിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ് ഡെവലപ്മെന്റൽ ബയോളജി. ഞാൻ ബയോടെക്കാരനായിരുന്നു. ഞാനൊന്ന് കോച്ചിങ് ക്ലാസ്സിന് പോകുമ്പോൾ കോച്ചിങ് ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ഡെവലപ്മെന്റൽ ബയോളജി പഠിക്കുന്നത്. BSc MSc ഞാൻ പഠിച്ചിട്ടേ ഇല്ല ഡെവലപ്മെന്റൽ ബയോളജി. ഞങ്ങൾ കോഴ്സിൽ ഇല്ല അത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ വളരെ എന്താ പറയാ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റി. കാരണം എന്താണ്, ഏറ്റവും ബേസ് ആ സബ്ജക്ട് തുടങ്ങിയത്. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടി, ഇപ്പൊ നമ്മളൊരു 1ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടി വരുമ്പോൾ അക്ഷരമാല പോലും അറിയില്ലല്ലോ. ആ കുട്ടിക്ക് എങ്ങനെയാണോ കാര്യങ്ങൾ ആ കുട്ടിക്ക് മനസ്സിലാക്കിയെടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലൈഫ് സയൻസ് ആണെങ്കിൽ നമ്മൾ എല്ലാ സാധനവും കവർ ഒന്നും ചെയ്യുന്നില്ല. നമുക്കറിയാം പല ബ്രാഞ്ചിൽ നിന്നുള്ളവരെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും കവർ ചെയ്യാവുന്ന തരത്തിലും അതേപോലെ തന്നെ ഈ ഒരു സംഗതിയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റും ബേസിൽ നിന്ന് ആരംഭിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഡെവലപ്മെന്റ് ബയോളജി ഒന്നും ഒരു തരത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നില്ല, പഠിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വേറൊരു ഇതാണ് പ്ലാൻ ഫിസിയോളജി. പ്ലാൻ ഫിസിയോളജി ഇതുപോലെ തന്നെയാണ്, വളരെ എളുപ്പത്തിൽ പഠിക്കും. പിന്നെ നമ്മൾ ഫോക്കസിങ് സബ്ജക്റ്റ് ആണ് സെൽ ബയോളജി. സെൽ ബയോളജി നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം. സെൽ ബയോളജിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരിക. നമുക്ക് ഒത്തിരി വളച്ചു കെട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. വളച്ചു കെട്ടിയുള്ള ക്വസ്റ്റ്യൻസ് പിന്നെയും കുറച്ച് നമുക്ക് ഉണ്ടാവുക മോളിക്കുലാർ ബയോളജി എന്നൊക്കെയാണ്. ബാക്കിയുള്ള ഒരുവിധ എല്ലാ സബ്ജക്റ്റും ഏറെക്കുറെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്ലാൻ ഫിസിയോളജി നേരത്തെ പറഞ്ഞ DB ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജെനറ്റിക്സ് ആണെങ്കിൽ കുറെയൊക്കെ പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്കത് അങ്ങനെ ഒത്തിരി വലിയ ഹെവി മാത്സ് ഒന്നും വേണ്ട. ഏതൊരു മാത്സ് അറിയാത്ത ആൾക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ജെനറ്റിക്സിനകത്ത് ഉണ്ടായിരിക്കാം. അതല്ലാത്ത ജെനറ്റിക്സിലെ ക്വസ്റ്റ്യൻസും ഉണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ബയോകെമിസ്ട്രിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ അവിടെയുള്ളത്. അതും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറച്ച് നമുക്ക് എന്താ പറയാ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നമ്മൾ കുറച്ചൊന്ന് അപ്ലൈ ചെയ്യണം അതിനകത്ത്. പിന്നെ നമ്മൾ ടെക്നിക്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. ടെക്നിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെമോ കാണിച്ചിട്ടൊന്നുമല്ല, അതിന്റെ പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഒരു എക്സാമിനകത്ത് എങ്ങനെയാണോ ടെക്നിക്സ് വരാം ആ രീതിയിൽ നമ്മൾ ടെക്നിക്സിനെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇമ്മ്യൂണോളജി ഉൾക്കൊള്ളിക്കുന്നുണ്ട്,
മൈക്രോബയോളജി ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ലൈഫ് സയൻസ് ഒരുവിധം എല്ലാം നമ്മൾ കവർ ചെയ്ത് പോകും. അത് നമ്മൾ പറയുന്നത് എന്താണ്, ഇതിനകത്ത് എല്ലാ ടോപ്പിക്കുകളും ഇൻഡെപ്ത് ആയിരിക്കും. ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളും നമ്മൾ അടുത്ത എക്സാമിൽ CSIR ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോകും. CSIR ഇതുവരെ ചോദിച്ചത് മാത്രമല്ല, ഫ്യൂച്ചറിൽ നമ്മളോട് എന്തൊക്കെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കാം അതും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ പോവുക. അപ്പൊ അത് പറയുന്നത് ഏറ്റവും മികച്ച റെഫറൻസുകൾ നമ്മൾ ചൂസ് ചെയ്യണം. അത് ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ വരുന്നത്. ഏറ്റവും നല്ല ഓതേഴ്സിന്റെ ക്ലാസ് ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് ആണ് എടുക്കുന്നത്. അത് നിങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റെഫറൻസുകളിലേക്ക് വായിക്കാനായിട്ട് പോവുക. ആ വായിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ എടുത്തിട്ടുള്ള ചാപ്റ്റർ മാത്രം വായിക്കാം. ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഇരുന്ന് വായിക്കരുത് കേട്ടോ. നമ്മളെടുത്ത ടെക്സ്റ്റ് ബുക്കുകളിൽ ആ പോർഷൻ ഉണ്ടല്ലോ, അത് മാത്രമാണ് വായിക്കേണ്ടത്. ഇപ്പൊ ലെനിഞ്ചറൊക്കെ എനിക്ക് തോന്നുന്നു 4000 പേജസ് അങ്ങാനുണ്ട്. ലെനിഞ്ചർ നമുക്ക് അത്രയൊന്നും വായിക്കേണ്ട. ഒരിക്കലും 4000 പേജ് നിങ്ങൾ ഈ 6 മാസം കൊണ്ടോ ചിലപ്പോൾ 1-2 വർഷം എടുത്താലും തീരൂല. അപ്പോൾ നമുക്കത് വേണ്ട. നമ്മുടെ ടോപ്പിക്കിൽ നമ്മളെ ചാപ്റ്റർ ഉണ്ട്, ആ ചാപ്റ്ററുകൾ മാത്രം നോക്കി പോയാൽ മതി. അപ്പൊ അതുകൊണ്ട് ബിടെക് ബയോടെക്നോളജി സഫിയ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ പറയാ, എളുപ്പമാണ് കാര്യങ്ങൾ. പിന്നെ നമുക്ക് അടുത്ത എന്താ ചോദിച്ചത്, സഫിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. എനിക്ക് പ്രൊണൗൺസ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അജിഷ അലക്സാണ്ടർ തന്നെയല്ലേ, അജിഷ തന്നെയല്ലേ പ്രൊണൗൺസ് ചെയ്യുന്നത്? ഓക്കെ. അപ്പൊ സാർ ഓൺലൈൻ എക്സാം ആണോ ഓഫ്ലൈൻ ആണോ? നെഗറ്റീവ് മാർക്കിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. നമുക്ക് CSIR ഓൺലൈൻ എക്സാമാ, ഓഫ്ലൈൻ ആയിട്ടില്ല. 2019 തൊട്ടിട്ട് നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് CSIR എക്സാം നടക്കുന്നത്. ഇപ്പോൾ ഇനി അടുത്ത എക്സാം അങ്ങനെ ഇതുവരെ അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഇനി അതൊരു ഓഫ്ലൈനിലേക്ക് പോകുന്നുള്ളതൊന്നും ഓൺലൈൻ തന്നെയാണ് നടക്കാൻ സാധ്യതയുള്ളൂ. ഇനി അത് പുറകിലോട്ട് വീണ്ടും ഒരു ഓഫ്ലൈൻ എക്സാമിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയില്ല. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. നെഗറ്റീവ് മാർക്ക് നമുക്ക് പാർട്ട് എയിലും പാർട്ട് ബിയിലും വരുന്നത് 0.5 ആണ് വരിക. ഓക്കെ, 0.5 ആണ് നെഗറ്റീവ് മാർക്ക് വരിക. അതേപോലെ തന്നെ നമുക്ക് പാർട്ട് സിയിലേക്ക് പോയി കഴിഞ്ഞാൽ 1 മാർക്കാണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. അപ്പൊ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. നെഗറ്റീവ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യണം നമ്മൾ പഠിപ്പിച്ചു തരാം. അത് നമുക്ക് കോഴ്സ് മുന്നോട്ട് പോകുമ്പോഴുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പിന്നെ പാർട്ട് സി അടുത്തത് പാർട്ട് സി MCQ ക്വസ്റ്റ്യൻ ആണോ? എല്ലാം MCQ ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് എയും ബിയും പാർട്ട് സിയും MCQ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതിന് 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അതിനകത്ത് ചൂസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് വേറെ പല കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് പോകുമ്പോൾ നമുക്ക് MCQ ക്വസ്റ്റ്യൻ മാത്രമല്ല. ഇപ്പൊ ഗേറ്റിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ MSQ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, മൾട്ടിപ്പിൾ സെലക്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അഥവാ ഒരു ക്വസ്റ്റ്യൻ തന്നെ മൾട്ടിപ്പിൾ ആൻസർ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഒന്നിൽ കൂടുതൽ ആൻസർ ഓപ്ഷൻസ് ചൂസ് ചെയ്യേണ്ടി വരും. അതിന്റെ കറക്റ്റ് ആയിട്ട് ആൻസർ ശരിയാക്കണം എന്നുണ്ടെങ്കിൽ MSQ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഗേറ്റിലേക്ക് വരുമ്പോൾ. ഗേറ്റിലേക്ക് അതേപോലെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ആൻസർ കണ്ടെത്തി വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ടൈപ്പ് ചെയ്ത് വെക്കണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ അതിനൊന്നും നെഗറ്റീവ് മാർക്ക് ഇല്ല. ഗേറ്റിൽ 3 തരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. MCQ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, MSQ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും വരുന്നുണ്ട്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും MSQ ക്വസ്റ്റ്യനും ഗേറ്റിനകത്ത് ഇതില്ല, എന്ത് നെഗറ്റീവ് മാർക്ക് ഇല്ല. MCQ ക്വസ്റ്റ്യന് മാത്രമാണ് നെഗറ്റീവ് മാർക്ക് ഇരിക്കുന്നത്. അപ്പോൾ MCQ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഓരോ ടോപ്പിക് കഴിഞ്ഞ സമയത്ത് നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ ഇപ്പൊ തുടക്കത്തിൽ നിങ്ങൾ ടോപ്പിക്കുകൾ പഠിച്ചു പോവുക. നമ്മളൊരു സ്ട്രാറ്റജീന്റെ ഭാഗമായിട്ട് പറയുകയാണ്. തുടക്കത്തിൽ നിങ്ങൾ ആദ്യത്തെ ഒരു 2 മാസത്തോളം നിങ്ങൾ എടുക്കുന്ന ടോപ്പിക്കുകൾ ഏറ്റവും നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടും അല്ലാത്ത രീതിയിൽ നിങ്ങൾ പേഴ്സണലായിട്ട് സെൽഫായിട്ട് സ്റ്റഡി ആണെങ്കിൽ പോലും നിങ്ങൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് ഇത് എന്താ പറയാ, അതിനുശേഷമാണ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PYQ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. PYQ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ടോപ്പിക് കംപ്ലീറ്റ്ലി സെറ്റ് ആയി കിട്ടും. മനസ്സിലായോ? നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമല്ലോ, ക്വസ്റ്റ്യനിലേക്കാണല്ലോ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം PYQ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ PYQ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പിക് 100% സക്സസ് സെറ്റ് ആയി കിട്ടും. പിന്നീട് നമ്മുടെ മോഡൽ എക്സാം വരും. മോഡൽ എക്സാമിൽ PYQ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാവുക. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന CSIR ലെവലിലുള്ള എന്താ പറയാ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പിയർ ചെയ്യണം. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ക്വസ്റ്റ്യനുകളായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഓരോ മോഡൽ എക്സാം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ CSIR എക്സാം ആണ്. അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ ഇത്രയും മോഡൽ എക്സാംസിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെ പബ്ലിക് ഇത് വരുമല്ലോ, CSIR പബ്ലിക് എക്സാം വരുമല്ലോ. നിങ്ങൾ സാധാരണ ഇവിടെ ചെയ്യുന്ന ഒരു മോഡൽ എക്സാം പോലെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അതിനെ അപ്പിയർ ചെയ്യാം. അതിനും കൂടെയാണ് നമ്മൾ മോഡൽ എക്സാം വെക്കുന്നത്. ഓക്കെ,
അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് നമുക്ക് റിവിഷൻ കണ്ടക്ട് ചെയ്യണം. എക്സാം ഒക്കെ ആയിട്ട് വരുമ്പോൾ റെക്കോർഡ് ക്ലാസ് മാത്രം മതിയാവില്ല. നമുക്ക് ലൈവ് ഇന്ററാക്ഷൻസ് ഒക്കെ നിർബന്ധമാണ് സമയത്ത്. ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ലൈവ് ഇന്ററാക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഏറെക്കുറയ്ക്ക് നമ്മൾ പറഞ്ഞു വിചാരിക്കുന്നു. ഡൗട്ട്സ് ഇനിയുള്ളവർക്ക് ചോദിക്കാം. നമ്മളെ സമയം നോക്കണ്ട. നമ്മൾ സെഷൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ ആവാനായി. നിങ്ങൾ സംശയം എത്ര ഉള്ളവരും ചോദിച്ചോ, ക്ലിയർ ചെയ്തിട്ട് പോയിക്കോ. എല്ലാവരും അഡ്മിഷൻ എടുക്കുക. നിങ്ങളെ സുഹൃത്തുക്കളോട് നിങ്ങൾ കാര്യം പറയുക, അവരെയൊക്കെ കൊണ്ടുവരിക. എല്ലാവരും ക്വാളിഫൈ ചെയ്ത് പോവാം. നിങ്ങളെ MSc സുഹൃത്തുക്കൾ നിങ്ങളെ എന്താ പറയുക PhD ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെയാണെങ്കിൽ. മിസ്സുമാർ ഇനി എന്തെങ്കിലും പറയണ്ടോ നമുക്ക്? അവരുടെ സംശയങ്ങൾ തീരട്ടെ. അതെ അതെ, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. അബിൻ സാറ് മൈക്ക് ഓൺ ചെയ്യാൻ പെർമിഷൻ കൊടുത്താൽ നല്ലതായിരുന്നു. അവർക്ക് ടൈപ്പ് ചെയ്യാൻ ചിലപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കുറെ നേരം ടൈപ്പ് ചെയ്യണ്ടേ. മൈക്ക് ഓൺ ചെയ്ത് പറയുന്നവർക്ക് ചോദിക്കാം. ഓക്കെ, ഓൺ ആക്കിയിട്ടുണ്ട്. വരും, നോക്കാം. ആരെങ്കിലും ഉണ്ടോ നോക്കാം. സംശയം. സഫിയ പറഞ്ഞു നോ ഡൗട്ട്, താങ്ക് യു. അപ്പൊ ഓക്കെ, എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ആർക്കും സംശയം ഇല്ലാന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ ഇനി അഥവാ ഉണ്ടെങ്കിൽ നിങ്ങൾ അബിൻ സാറായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിച്ചാൽ മതി. അപ്പോഴും നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യും കേട്ടോ. ഡൗട്ട് ക്ലിയർ. അജിഷ പറഞ്ഞു ഓക്കെ, ഡൗട്ട് ക്ലിയർ ആണ്. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം. ഓക്കെ 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 ഓക്കെ, ശരി ശരി, ഓക്കെ.